എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ്? എസ്തേറും രൂത്തും. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. കാരണം യഹൂദ ആ ഒരു സംസ്കാരത്തിൽ മെയിൽ ഷോവനിസത്തിൻ്റെ, പുരുഷ മേധാവിത്വത്തിൻ്റെ എല്ലാ ദുർഗുണങ്ങളും പേറി നടന്ന ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരുടെ പേരിലുള്ള 2 പുസ്തകങ്ങൾ, അത് ചെറിയൊരു കാര്യമല്ല. അതോടൊപ്പം തന്നെ വംശാവലി നാം വായിക്കുമ്പോൾ അവിടെയും സ്ത്രീകളുടെ പേര് ക്രിസ്തു ചേർത്തു എന്ന് കാണാൻ കഴിയും. കാരണം ഹിസ്റ്ററി എന്നും അവൻ്റെ ചരിത്രമാണ്. ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ഹിസ്റ്ററി. ഹിസ്റ്റോറിയുടെ ഇടയ്ക്കാണ് ഹെയറും വന്നത്. അവിടെ താമാറുണ്ട്, രാഹാബുണ്ട്, അല്ലേ, രൂത്തുണ്ട്. ഇവരുടെയൊക്കെ പേരൂടൊക്കെ ചേർത്ത് വംശാവലി പൂർത്തീകരിച്ച ക്രിസ്തു എന്നും സ്നേഹത്തോടെ ആദരവോടെ സ്ത്രീ സമൂഹത്തെ കണ്ടു എന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണ് എസ്തേറിൻ്റെ ചരിത്രം. എസ്തേറിൻ്റെ ചരിത്രം നമുക്ക് എന്തിനായിരിക്കാം ഈ ചരിത്രങ്ങളൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ലാഘവത്തോടല്ല. വേദപുസ്തകത്തിൻ്റെ ചരിത്രം നാം പഠിക്കേണ്ടത് ആ ചരിത്രത്തിൽ ഇടപെട്ട ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും ഇടപെടുമെന്നുള്ള ബോധ്യത്തിലായിരിക്കണം. ആ ചരിത്രങ്ങളെ മാറ്റിയ ദൈവം നമ്മുടെ ജീവിതത്തിലും പുതിയ ചരിത്രം കുറിക്കാൻ ഓരോ വിശ്വാസിയും ഒരു ചരിത്രമാകും. അതുകൊണ്ടാണ് സംഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. വ്യക്തി സംഗീതക്കാരൻ തന്നെ പറയുകയാണ്, വൃദ്ധനായിരിക്കണം, അതുകൊണ്ടാണ് വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തന്നെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഗീതക്കാരൻ പറയുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി. നമ്മുടെ ജീവിതത്തെ ഒരു ചരിത്രമാക്കാൻ, നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്നൊരു പുസ്തകമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്ധിയിലാണ് നാം ആയിരിക്കുക. അതുകൊണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, അഹശ്വേരോശിൻ്റെ കാലത്ത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ, ഹിന്ദുദേശം മുതൽ കൂശ് ദേശം വരെ 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വേരോശ് രാജാവിൻ്റെ ശൂഷൻ രാജധാനി എന്ന് കാണുന്നുണ്ട്. ശൂഷൻ രാജധാനിയെ നമ്മൾ മറ്റൊരവസരത്തിൽ കാണുന്നുണ്ട്. തലേ പുസ്തകത്തിൽ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നു, ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ ഹനാനിയും മറ്റു ചിലരും യഹൂദയിൽ നിന്ന് തെറ്റിവരികയും ഞാൻ അവരോട് ആ ദേശത്തെക്കുറിച്ച് ചോദിക്കുകയും അവർ എന്നോട്, ആ ജനം വളരെ കഷ്ടത്തിലാണ്, അതിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞുപോയി, വാതിലുകളെല്ലാം തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞുവെന്നും അത് കേട്ട ഞാൻ കുറേ നേരം ദുഃഖിച്ചും ഉപവസിച്ചും കരഞ്ഞും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ രാജധാനി ശൂഷൻ രാജധാനിയിൽ തൻ്റെ അവിടെ പറയുകയാണ്, തൻ്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ. അപ്പോൾ ഈ രാജാവ് നമുക്കറിയാം ബാബേൽ പ്രവാസത്തിൻ്റെയൊക്കെ കാലമാണ്. ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു മീറ്റിംഗ് താൻ നടത്തുകയാണ്. 1-2 ദിവസമല്ല മീറ്റിംഗ് നടത്തിയത്. 4-ാം വാക്യം, ഏറിയ 180 ദിവസത്തിൽ 127 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രഭുക്കന്മാരെ കൊണ്ടുവന്ന് 180 ദിവസത്തെ വിശാലമായ കോൺഫറൻസാണ്. 180 ദിവസം എന്ന് പറയുമ്പോൾ എത്ര മാസമായി? 6 3 18 അല്ലേ? 6 മാസത്തെ ഒരു വലിയ പരിപാടിയാണ്. 3 ദിവസത്തെ കൺവെൻഷൻ നടത്താൻ എന്തോ ഒരു ടെൻഷനായിരുന്നു. അപ്പോഴാണ് 6 മാസം, അതും ചെറിയ പരിപാടിയൊന്നുമല്ല, ഭയങ്കര പരിപാടിയാണ് നടത്തിയത്. തൻ്റെ പ്രതാപം കാണിച്ചുകൊണ്ട് വലിയ ഒരു കോൺഫറൻസ് നടത്തുകയാണ്. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ അധിനിവേശത്തെ തടയാനുള്ള കരുക്കൾ നീക്കാനും രാജ്യത്തെ സജ്ജമാക്കാനും എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ വേണ്ടിയൊക്കെയുള്ളതായിരിക്കണം ഈ ഒരു ക്ഷണം. അത് കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്. 7 ദിവസത്തെ എന്ത് കഴിച്ചു? വിരുന്ന് കഴിച്ചു എന്നാണ്. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് 7 ദിവസം എന്ത് കഴിച്ചു? വിരുന്ന് കഴിച്ചു. വിരുന്നെന്ന് പറഞ്ഞാൽ രാജമഹത്വമാണ്. പ്രത്യേകിച്ച് ഈ പർദീസ എന്നുള്ളൊരു വാക്കിനൊരു പേർഷ്യൻ സംജ്ഞയുണ്ട്. സുൽത്താൻമാരോടൊപ്പം അതിൻ്റെ ഉദ്യാനത്തിൽ ഉലാവുന്ന ഒരു വലിയ അനുഭവങ്ങളൊക്കെ അന്നത്തെ കാലത്തെ സ്വപ്നമാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഇവിടെ ഈ വലിയ രാജാവ് തൻ്റെ ഉദ്യാനത്തിൽ അവിടെ പറയുകയാണ്, ശൂഷൻ രാജാവിനെ കൂടി വരുന്ന 7 ദിവസം ഉദ്യാനത്തിൽ പൂന്തോപ്പിൽ വെച്ച് എന്ത് കഴിച്ചു? വിരുന്ന് കഴിച്ചു. ഭയങ്കര വിരുന്നാണ്, ചെറിയ വിരുന്നല്ല. വിരുന്നിന് കൊടുത്തത് ഈ രാജാക്കന്മാരൊരുക്കുന്ന വിരുന്നുകളുണ്ട്. നമുക്കറിയാം, ഒരു സമരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ അവിടെ രാജാക്കന്മാർ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവരുമായിട്ട് ചർച്ച കഴിഞ്ഞ് എന്തോ നടത്തും? വിരുന്ന് നടത്തും. ആ വിരുന്ന് അതോടുകൂടി അവരുടെ വായടയും. കാരണം ഇതെല്ലാം വിഭവങ്ങളെല്ലാം കാണുമ്പം ഇവർ അന്തം വിട്ട് കുന്തം പിഴുങ്ങി
കിട്ടിയത് കഴിച്ച് മിണ്ടാതെ പോകും. അഭിപ്രായം എല്ലാം അങ്ങ് പോകും. ആ അഭിപ്രായം പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രബുദ്ധരായ കർഷക സമരം നടന്നപ്പോൾ പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചപ്പോൾ അവർ വിരുന്നിനിരുന്നില്ല. അവർ ചപ്പാത്തിയും പരിപ്പും കൊണ്ടാണ് പോയത്. ആ വിരുന്ന് കഴിച്ചില്ല. അതാണ് കർഷക സമരം. നീണ്ടുനിന്ന ഏറ്റവും വലിയ ജനകീയ സമരമായിരുന്നു അടുത്തിടയ്ക്ക് ഇന്ത്യ കണ്ട കർഷക സമരം. നടു റോഡിൽ ആർക്കും തടയാൻ കഴിയാത്തതുപോലെ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള കർഷക സമരത്തിൻ്റെ ഒടുവിൽ വിരുന്ന് നടത്തിയപ്പോൾ അവർ ആ വിരുന്ന് നിഷേധിച്ചു എന്ന് വായിച്ചപ്പോൾ ഒരഭിമാനം തോന്നി. ഇന്നും നട്ടല് ബാക്കിയുള്ള കുറേ പേരൊക്കെ ഈ ലോകത്തൊക്കെ ഉണ്ട്. ബാക്കി എല്ലാവർക്കും നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴുന്നാരാ. പക്ഷേ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴുന്നവരല്ലാത്ത എവിടെയൊക്കെ ഉള്ളവരുണ്ട്. ഇവിടെയും കുറേ പേര് വന്നു. 127 സംസ്ഥാനത്തിൽ നിന്നും വന്നു. അവരെന്നിട്ട് എന്ത് കഴിച്ചു? വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്നിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. വെള്ളി വളയങ്ങളിൽ വെൺകൽ തൂണുകൾ, ശണനൂല്, ധൂമ്രനൂല്, വെള്ളയും പച്ചയും നീലയുമായ, ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മാർബിൾ കല്ല്, മർമ്മരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊന്ന്, വെള്ളി കൊണ്ടുള്ള കസവും മെത്തകൾ, എന്തോ വിലയായിരിക്കും. ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ പരിപാടിയായിരുന്നു. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിൽ, സ്വർണ്ണപാത്രങ്ങളിലാണ് എന്തോ കൊടുത്തത്? കുടിപ്പാൻ കൊടുത്തത്. ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുത്തു. എന്നിട്ടാണ് പറയുക, ആരെയും നിർബന്ധിക്കേണ്ട, മനസ്സ് പോലെ എന്ത് ചെയ്തോട്ടെ, കുടിച്ചോട്ടെ. 1-2 ദിവസത്തെ ബാറല്ല, 7 ദിവസത്തെ ബാറാണ് തുറന്നത്. 7 ദിവസം ബാർ തുറന്നു. അങ്ങനെ ദർബാർ നടക്കുകയാണ്. പഴയ സുൽത്താൻമാടെയൊക്കെ ഹോളിന് നമ്മൾ ദർബാർ ഹാൾ, ശരിക്കും ദർബാറാണ്. അട്ടിച്ച് പൊളിക്കുകയാണ്. ജനങ്ങളുടെ ടാക്സാണ്. ആ ടാക്സ് വെച്ച് ഇഷ്ടം പോലെ മനുഷ്യരെ എല്ലാം അവർ കുടിപ്പിക്കുകയാണ്. അങ്ങനെ കുടിച്ച് ഈ 127 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ. പക്ഷേ അവിടെ കാണുന്നു 7-ാം ദിവസം രാജാവും കുടിച്ചു. അഗസ്വരോസ് രാജാവും കുടിച്ചു എന്ന് കാണും. ഒരു കാര്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും ഒന്നും എന്ത് ഭൂഷണമല്ല, മദ്യപാനം ഭൂഷണമല്ലെന്ന് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. രാജാക്കന്മാരെ കുടിക്കാൻ പാടില്ല. എന്നാ കാര്യം എന്നറിയാമോ? രാജ്യം ആക്രമിക്കുമ്പോൾ പട്ടാളക്കാരുടെ കയ്യിൽ തോക്കുണ്ട്. പക്ഷേ ഫയറെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിലേ ഫയർ ചെയ്യാനൊക്കത്തുള്ളൂ. ഈ ഫയറെന്ന് പറയുന്നവൻ അടിച്ച് പൂസായി പോയാൽ എന്തോ ചെയ്യാം. അതുകൊണ്ടാണ് ഒരിക്കലും രാജാക്കന്മാരെന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അവർ വേണ്ട ഓർഡർ കൊടുക്കാൻ. ഇവിടെ ഓർഡർ കൊടുക്കേണ്ട ആളും കുടിച്ച് ആനന്ദ ലഹരിയിലായപ്പോഴാണ് ഇദ്ദേഹത്തിനൊരു ചിന്ത തോന്നി. എസ്തേറിൻ്റെ പുസ്തകം പറയുകയാണ്, ഇദ്ദേഹത്തിന് ഓർത്തു തൻ്റെ രാജ്ഞിയെ ഒന്ന് കൊണ്ടുവരണം തോന്നി. എന്തിനാണ്? അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ പ്രഭുക്കന്മാരുടെ പേരവിടെ പറയുന്നുണ്ട്. മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിഗ്ദ, അബദ്ദ, സേത്തർ, കർക്കസ്. പിള്ളേർക്ക് പേരിടാൻ പുതിയ പേര് തപ്പുന്നവർ. ആർക്കും ഇല്ലാത്ത പേര് എവിടെന്നെങ്കിലുമൊക്കെ തപ്പിയെടുക്കുകയാണെങ്കിൽ പറ്റിയ പേരുകളാണ്, പേടിച്ചു പോവും. ബിസ്ത, ഹർബസ, ബിഗ്ദ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയത്? പല പേരും എവിടെ നിന്നാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ തിരക്കുമ്പം ഇത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കും. അപ്പം പറയും ഗൂഗിളിൽ നിന്ന് കിട്ടിയ. ഏത് ഭാഷയാണ്? ലാറ്റിന. അർത്ഥം എന്നാ? എന്തെങ്കിലുമൊക്കെ അർത്ഥം പറയും. ഏതായാലും പേരിടുമ്പോൾ സൂക്ഷിച്ചേ ഇടാവും. മൂത്ത ആങ്കൊച്ചായിരുന്നു, ഇട്ടു അനീഷ്. രണ്ടാമതൊരു പെണ്ണ് ആഗ്രഹിച്ചു, ആണ് കിട്ടി, ഇട്ടു സുനീഷ്. മൂന്നാമതൊരു കൊച്ചിനെ ആഗ്രഹിച്ചു, വേണ്ടാന്ന് വെച്ചതാ. പിന്നെ ഒരു പെണ്ണിന് വേണ്ടി ആഗ്രഹിച്ചു, കിട്ടി, ആണ്, ഇട്ടു, പേര് ഫിനിഷ്. അനീഷ്, സുനീഷ്, ഫിനിഷ്. ഇങ്ങനെയാണ് പേരിടേണ്ടേ അല്ല. ഇവിടെ മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിഗ്ദ ഇവരെല്ലാം വന്നു. ഭയങ്കര രാജാവിൻ്റെ സദസ്സിലെ വലിയ ആൾക്കാരൊക്കെയാണ്. ഇവരെല്ലാം കൂടി ഇരുന്നപ്പോഴാണ് രാജാവിനൊരു തോന്നലുണ്ടായി, ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും സൗന്ദര്യം കാണിക്കണം. ആരുടെ? രാജ്ഞിയുടെ. അപ്പോൾ രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി അവളെ കൊണ്ട് രാജകിരീടം ധരിപ്പിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടുത്തെ ഉദ്ദേശം, വെള്ളം അടിച്ചപ്പോഴാണ് പുള്ളിക്ക് തോന്നിയത് ഭാര്യയുടെ സൗന്ദര്യം ആരെ കാണിക്കണം? രാജാക്കന്മാരെ കാണിക്കണം. സാധാരണ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ദേവദാസന്മാരും വചനപ്രഘോഷകരും ഒക്കെ പറഞ്ഞ് വസ്തി അഹങ്കാരിയായിരുന്നു, ആരെ അനുസരിച്ചില്ല, ഭർത്താവിനെ അനുസരിച്ചില്ല. റീഡ് ചെയ്ത് തിരിച്ച് ചിന്തിച്ച് അവൾ അഹങ്കാരിയൊന്നുമല്ല, നല്ല പെണ്ണ, തെറവുള്ള പെണ്ണ, കുടുംബത്തിൽ പറഞ്ഞതാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വരത്തില്ലെന്ന്. കാരണം എൻ്റെ സൗന്ദര്യം അച്ചായം കണ്ടാൽ മതി, ആര് കാണണ്ട, നാട്ടുകാർ കാണണ്ടെന്ന് തീരുമാനിച്ച ധീരവനിതയുടെ പേരാണെന്ത്? വസ്തി എന്ന് പറയുന്നത് അല്ലേ? ധീരവനിതയായിരുന്നു അവൾ. അതുകൊണ്ട് അവൾ തീരുമാനിച്ചു, എൻ്റെ സൗന്ദര്യം ആര് കണ്ടാൽ മതി? രാജാവ് കണ്ടാൽ മതി, നാട്ടുകാർ കാണണ്ട. അവൾ പറഞ്ഞു, വരുന്നില്ലെന്ന് പറഞ്ഞു. അതാണ് അവൾ മറക്കാൻ കാര്യം എന്ന് ആ ലൈനുകൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അവൾ മോശമാണോ നല്ലതാണോ? നല്ല സ്ത്രീയാണോ മോശപ്പെട്ട സ്ത്രീയാണോ? നല്ല സ്ത്രീയല്ലേ അവളിപ്പോൾ നല്ല സ്ത്രീയാണ്. അപ്പോഴും നമ്മൾ ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്, ഇന്ന് സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന ഒരു ലോകത്ത്
ഇവിടെ മാറുമറയ്ക്കാൻ അധികാരമില്ലായിരുന്നു. മാറുമറയ്ക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാറുമറച്ചപ്പോൾ ടാക്സ് ചോദിച്ച ആൾക്ക് സ്വന്തം മാറ് അറുത്ത് മുറിച്ച് കൊടുത്ത് ഇന്നാ ടാക്സ് എന്ന് പിടിച്ച ഒരു ചരിത്രം മലയാളക്കരയ്ക്ക് പറയാനുണ്ട്, ഇല്ലേ? മലയാളക്കരയ്ക്ക് പറയാനുണ്ട്. അന്ന് മറയ്ക്കാൻ സമരം ചെയ്തെങ്കിൽ ഇന്ന് തുറക്കാൻ സമരം ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രശ്നം തുറക്കാന്നുള്ള. വീട്ടിൽ നിന്നൊക്കെ പിള്ളേർ പോകുമ്പോൾ വഴക്കാണ്. അമ്മ പറയുന്നു ഇതിട്ടോണ്ട് ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോത്തില്ല. അപ്പം പോയാൽ എന്നാ കുറ്റം. അപ്പം അമ്മ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോണ്ടെന്ന് പറഞ്ഞു. കൊച്ചു വഴക്കുണ്ടാക്കി. എന്നെ വിളിച്ച അമ്മ, പാസ്റ്റർ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ മോളെ, അമ്മ പറയുന്നത് ശരിയല്ലയോ? അപ്പോൾ അവളെന്നോട് ചോദിച്ചു, അങ്കളെ ഇതെൻ്റെ കുറ്റമാണോ? അവന്മാർ കണ്ടിട്ട് പോട്ടെ, എനിക്കെന്നെ ചെയ്തോ? ഞാൻ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ വായി നോക്കത്തില്ലേ, കണ്ടിട്ട് പോട്ടെ, എനിക്കെന്നെ ചെയ്തോ? ഞാൻ പറഞ്ഞു, മോനെ ഒത്തിരി കുഴപ്പമുണ്ട്. എന്താണ്? അവൻ നിന്നെ കണ്ടിട്ട് പോയിട്ട് അവൻ ധ്യാനിക്കും, അവൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തും, നീ കരിഞ്ഞു പോകും. ഈ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ തമ്പുരാൻ ചില സമയത്ത് ഒരു ഉത്തരവൊക്കെ തരും. ഏതായാലും അന്നേരം വന്നൊരു ഉത്തരം അതായിരുന്നു. അതേതായാലും അങ്ങ് ഇരിച്ചെന്ന് തോന്നുന്നു. അവൾ പിന്നെ പോയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഈ വസ്തി നല്ല സ്ത്രീയാണ്. അവൾ പറഞ്ഞു, സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളത് അല്ല. സത്യത്തിൽ ഈ സൗന്ദര്യം ഒന്നും എന്തിനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതല്ല. ദൈവം തന്ന ദാനങ്ങളല്ലേ, അതിന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയണം, അല്ലേ? ഒരു മനുഷ്യനും സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല. നല്ല സൗന്ദര്യമുള്ള വ്യക്തികൾ, നല്ല ആകാര സൗഷ്ഠവമുള്ള വ്യക്തികളുടെയൊക്കെ ദേഹത്ത് സോറിയാസിസ് പോലൊക്കെ കൂടി വന്നപ്പോൾ ഡ്രസ്സ് ഇടാൻ വയ്യാത്തവരെ ഞാൻ കണ്ടു. ഇട്ടാൽ അത്രയും നേരം എന്തു ചെയ്യും? ഒട്ടിപ്പിടിക്കും. എന്തൊരു സങ്കടമായിരിക്കും, എന്തൊരു ദുരിതമായിരിക്കും. അപ്പോൾ തമ്പുരാൻ തന്ന എല്ലാ പേഴ്സണാലിറ്റിയും ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ശരീരം കൊണ്ട് ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കും. ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട്, ഇന്ന് ഭയങ്കര ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ട്രെൻഡാണ്. പിള്ളേരെല്ലാം നല്ല മസിലൊക്കെ ഉണ്ട്. എല്ലാം ഒരു പയ്യൻ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ഇഷ്ടപ്പെട്ടവനെ കണ്ടപ്പോൾ എന്തോ മസിലാണ്, നല്ല പയ്യനാണ്. എന്നെ കൊണ്ടുപോവുകയാണ്. ചോദിച്ചപ്പോഴാണ് പറയുന്നത് മിസ്റ്റർ പത്തനംതിട്ടയായിരുന്നവൻ. ഞാൻ അവനോട് ചുമ്മാ ചോദിച്ചു, എത്ര മുട്ട കഴിക്കും? 40 മുട്ടയുടെ വെള്ളയും 2 ചിക്കൻ പുഴുങ്ങിയും തിന്നും. നോ കാർബ്, ഓൺലി പ്രോട്ടീൻ. അവൻ അവസാനം മത്സരത്തിൻ്റെ അവസാന ദിവസമൊക്കെ ആയപ്പോഴത്തേന് 3 ദിവസം വെള്ളം കുടിക്കാതെ ഏതാണ്ട് വേറെ കഴിച്ചു. എന്നാലേ ഈ ഞരമ്പൊക്കെ ഇങ്ങനെ പെട്ടഞ്ഞ് തിളഞ്ഞ് വരത്തുള്ളൂ. എന്നപ്പ എന്ത് കഷ്ടപ്പെടുകയാണ്. പക്ഷേ എനിക്കിതിനോടൊന്നും എതിർപ്പില്ല, നല്ല കാര്യമാണ്. പിള്ളേരൊക്കെ വയറും ചാടാതെ മിടുക്കരായിട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്നില്ല. നല്ലപോലെ നടക്കട്ടെ. ഞങ്ങൾ എന്നും നടക്കുന്നുണ്ട്, ഉറക്കത്തിൽ അന്നേ ഉള്ളൂ. എന്നും നടക്കുന്നുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല. ഞാനും മനോജും ഒക്കെ ഏതാണ്ട് പാസ്റ്റർ മനോജും ഒക്കെ എന്നും രാവിലെ സ്വപ്നം തീരുമാനിച്ചാൽ കിടക്കുന്നത്. വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്ന, നടക്കാൻ പോകാം, നടക്കത്തേ ഇല്ലെന്ന് നമുക്കറിയാം. നടന്നായിരുന്നെങ്കിൽ എൻ്റെ സുൽപാസ്റ്റൊക്കെ എന്ത് ആരോഗ്യത്തോടെ ഇപ്പം നടന്നേനെ. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നതാ. കാരണം പുള്ളിയുടെയും എൻ്റെയൊക്കെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. എന്നാലും നമ്മളെ കൊണ്ട് ഇത് ഒക്കാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒക്കുന്നില്ലെന്നുള്ളതാണ് സത്യം, അല്ലേ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ എന്ത് ചെയ്യുക? വ്യാപരിക്കുക. എന്നാലും ഞാൻ പറയാറുണ്ട്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, പക്ഷേ 5 മിനിറ്റ് പ്രാർത്ഥിക്കത്തില്ല. അത് പാവം. കാരണം അവരന്നേരം 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് 5 മിനിറ്റോ അരമണിക്കൂറോ പ്രാർത്ഥിക്കാനും വചനം വായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ശരീരത്തെ ആരാധിക്കുകയാണോ, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണോ? ശരീരത്തെ ആരാധിക്കുക പാപമാണ്. വി ആർ നോട്ട് സപ്പോസ് ടു വർഷിപ്പ് അവർ ബോഡി, ബട്ട് വി ആർ സപ്പോസ് ടു വർഷിപ്പ് ലോഡ് വിത്ത് അവർ ബോഡി. നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവദാസന്മാർ പറയാറുണ്ട്, ശരീരത്തെ വിട്ടുകൊടുക്കുക. അപ്പോൾ ഒരാളിനോട് ചോദിച്ചു, എന്തോന്ന് വിട്ടുകൊടുക്കാൻ? എന്താ വിട്ടുകൊടുക്കണം? എൻ്റെ പൊന്നെ വിട്ടുകൊടുക്കണം. എന്താ? പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവോടെ ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. വേണ്ടേ? ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് ഒരു പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ, ഒരു പക്ഷേ പെന്തക്കോസ്ത് സഭകളല്ലാത്തവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. വി റെസ്പെക്റ്റ് യു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലുതാണ്, ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു. എങ്കിലും പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വ്യത്യസ്തതയുണ്ട്. പക്ഷേ ഇതിപ്പം കാണാനേ ഇല്ല. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ സാറന്മാർ കളിയാക്കിയിട്ടുണ്ട്, എന്നെ പറ്റിയേ. കാരണം പ്രസന്റ് എന്നൊക്കെ പറയുമ്പോൾ തൊണ്ടയടച്ച് പോയി. അപ്പം ചോദിച്ചു, എന്നാ പറ്റിയാണോ? എന്നാ പറ്റിയതാ? 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ തൊണ്ടയടയ്ക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയെ തൊണ്ട അടച്ചിട്ടുള്ളവരൊന്ന് കൈപ്പൊക്ക. ഇപ്പം പക്ഷേ അത് ഉപവാസ പ്രാർത്ഥന ഒറ്റ ആളുടെയും തൊണ്ട അടയ്ക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ആരും തൊണ്ട തുറക്കത്തില്ല.
ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുന്നുള്ളതിൻ്റെ തെളിവ് രണ്ടായിരുന്നു. ഒന്ന് കൈയടിച്ച് കൈ പൊട്ടും, രണ്ട് തൊണ്ട കീറി തൊണ്ട അടയ്ക്കും. അതുകൊണ്ടൊക്കെ ഇതുവരെ എത്തിയെന്ന് അവരെന്താ ചെയ്തത്? ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു, കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ശരീരത്തെ ആരാധിക്കുകയല്ല, ശരീരത്തെ പ്രദർശിപ്പിക്കുകയല്ല, ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം, അല്ലേ? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. ഒരു ഭയങ്കരമായിട്ടൊരു കോൺസെൻട്രേഷനോടെ എല്ലാം വിട്ടുകൊടുത്ത് ദൈവസന്ധി ഇരിക്കുന്നവരെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പുറത്ത് കാണിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുചോദ്യമുണ്ട്. അകത്തുള്ളത് അറിയാതെ എവിടെ വരും? പുറത്ത് വരുമല്ലോ. അകത്തുള്ള ആവേശം, അകത്തുള്ള സന്തോഷം അതറിയാതെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ ഈ ദൈവമക്കൾക്ക് ആകെപ്പാടെ നാട്ടുകാർക്ക് ചെയ്തിട്ട് ഏക ഉപദ്രവം ഒന്നേ ഉള്ളൂ. എന്ത് കൂടുതല? ശബ്ദം കൂടുതല. അതുകൊണ്ട് ലൈവാണ്. UK പോയിട്ടുള്ള, അമേരിക്കയിൽ പോയിട്ടുള്ള, ഗൾഫിൽ പോയിട്ടുള്ള എല്ലാ മക്കളോടും പറയുകയാണ്, നിങ്ങളുടെ സഭയ്ക്ക് ഒരു AC മേടിച്ചു കൊടുക്കണം. AC മേടിച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്ക് തണുത്തിരിക്കാൻ വേണ്ടിയല്ല. AC അല്ല, ഇട്ട് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടൊന്ന് ഉച്ചയും കുത്തി ആരാധിക്കണം. പിന്നെ ഒന്ന് തൊണ്ട കീറി ആരാധിക്കണം. ആരെയും പേടിക്കാതെ ഒന്ന് ആരാധിക്കണം. ഒന്ന് കൈയടിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി നമുക്ക് ദൈവസന്ധി ഇരിക്കണ്ടേ, മുഴുരാത്രി ഇരിക്കണ്ടേ. കാരണം ഇത് സന്ധി കഴിഞ്ഞ പിന്നെ പേടിയല്ലേ, ആർക്കും ശല്യമുണ്ടാകരുന്നുള്ള ഒരു അവബോധം ഞങ്ങളെയും ഭരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടാണെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ക്ഷമ ചോദിച്ചുകൊണ്ട് പറയട്ടെ, അകത്ത് സന്തോഷം വരുമ്പോൾ അറിയാതെ മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവസന്ധി ഇരിക്കുമ്പോൾ. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിച്ചാട്ട് ഇവിടെ വസ്തിയെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അവൾ വന്നില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു സല്യൂട്ട് കൊടുക്കുക. കാരണം ഒന്നുമില്ലെങ്കിലും ധീരമായ ഉജ്ജ്വലമായ ഒരു തീരുമാനം അവൾ എടുത്തു. എൻ്റെ ശരീരം എന്തല്ല, പ്രദർശന വസ്തു അല്ല. ശരീരം പ്രദർശന വസ്തു അല്ല. ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ആ ദൈവത്തെ സ്തുതിക്കും. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഭയം തോന്നിയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഭയം തോന്നിയിട്ടുള്ളൊരു കാര്യം. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ MAക്ക് പഠിക്കുമ്പം അവനെൻ്റെ പ്രാണ സ്നേഹിതനായിരുന്നു. ക്രൈസ്തവനായ ഒരു സഹോദരനാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹം! എത്രയും സ്നേഹമുള്ള സഹോദര തുല്യം സ്നേഹിച്ച ഒരു മനുഷ്യൻ. ഞാൻ സെമിനാരിലോട്ട് പോകുമ്പം അവൻ എൻ്റെ കൂടെ ബോംബെ ജയന്തിയെ കയറി പാലക്കാട് വരെ വന്നു. അവിടുന്ന് ഇറങ്ങിപ്പോയി. പോത്തില്ലായിരുന്നു, ഞാൻ തള്ളി ഇറക്കി വിട്ടതാണ്, പൊക്കോളാൻ പറഞ്ഞു. കാരണം അത്ര സ്നേഹമുള്ള ഒരു സഹോദരനായിരുന്നു. ഭയങ്കര സ്നേഹം, എന്തൊരു സ്നേഹം! അങ്ങനെ സ്നേഹമുള്ള സൗഹൃദങ്ങൾ ഇന്ന് കുറവാണ്. അന്ന് മൊബൈലില്ല, കത്തേ ഉള്ളൂ. പിന്നെ ലാൻഡ് ഫോണിൽ അതും കുറവാണ്, വിളിക്കും. ഏതായാലും കത്തൊക്കെ അയച്ചു. ഒരു 8 മാസം കഴിഞ്ഞാണ് വരിക. 8 മാസം കഴിഞ്ഞ് ഞാനവനെ കാണാൻ കോട്ടയത്ത് ഇരിക്കുമ്പോൾ ഇവൻ ദൂരേന്ന് വരിക. ഇവൻ ദൂരേന്ന് വരുന്ന കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. തിരുനക്കര അമ്പലത്തിൻ്റെ മൈതാനത്ത് ഞാനിവനെ കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ ദൂരേന്ന് വന്നു. ഇവൻ എന്നെ അടുത്ത് വന്ന് എൻ്റെ ഒഫീഷ്യൽ നെയിം എബ്രാഹാന്നാണ്. അബ്രാനെന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടിയ ഇവനാണ്. ഞാൻ ചോദിച്ചത്, നിനക്ക് എന്തോ പറ്റി? അവൻ പറയും, എന്തോ പറ്റാനാണ്, ഒരു ഡയബറ്റിക് നല്ല മിടുക്കനായിരുന്നു. അമ്പലത്തിലൊക്കെ നൃത്തം, ബാലയെ ഇങ്ങനെ പരിപാടി, പ്രോഗ്രാം, കലാകാരനാണ്. നല്ല മിടുക്കനായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. പക്ഷെ അവന് ഡയബറ്റിക്കാണ്. ഞങ്ങളന്ന് ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഞാൻ അവധിക്ക് വരുമ്പോൾ അവന് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് കിടക്കുക. അവൻ്റെ ദശയ്ക്ക് മുറിവ് വന്ന് കരിയാതെ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് കിടക്കുക. എല്ലാം തോലുമായി. എന്നെ കണ്ടപ്പോൾ അവൻ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അബ്രാനെ, നീ അറിഞ്ഞോ രാജേഷിൻ്റെ കാര്യം? ഞാൻ ചോദിച്ചു, അവനെന്താ പറ്റിയടാ? മറ്റൊരു സുഹൃത്താണ്. അവന് ലുക്കീമിയ ആയിരുന്നു. അവൻ പെട്ടെന്ന് അറിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജാണ്, അവൻ പോയി. അബ്രാനെ, ഞാൻ കിടക്കുന്ന കണ്ടടാ. അടുത്ത അവനോട് പറഞ്ഞു, അബ്രാനെ, ഇനി നീയോ ഉള്ളടാന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. സത്യമായിട്ടും ഞാൻ പിടിച്ച്. ഞാൻ പറഞ്ഞടാ, പറയല്ലേ, വല്ലാത്ത നാക്കാണ്. അവൻ പറഞ്ഞു, നിനക്കൊന്നും പറ്റില്ലടാ. അത്ര സ്നേഹമായിരുന്നു. അവൻ മരിച്ചു പോയി കേട്ടോ. അവൻ മരിച്ചുപോയി. അവൻ മരിക്കുന്നതിൻ്റെ തലേരാത്രി ഞാനങ്ങ് മരിക്കുമ്പോൾ ദൂരെയാണ്. ഞാൻ വടക്കൻ മലബാറിലാണ്. അവിടുന്ന് അവരെന്നെ അറിയിച്ചു. ഞാൻ രാത്രി ഊട്ടിപ്പിടിച്ച് ഉച്ചയായപ്പോഴത്തേന് ഇവിടെ വന്നു. വരുമ്പോൾ അവർ സഹോദരങ്ങളെല്ലാം ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തിൽ അവൻ്റെ മുഹൂർത്തവും സമയങ്ങളും ഒക്കെ അടുക്കുക. തിരക്ക് പിടിച്ച് നിൽക്കുക. പക്ഷെ ഞാൻ എത്തുന്നില്ല. അവസാനം ഞാനെത്തി എൻ്റെ സുഹൃത്തിനെ കണ്ടു. കൺകുളിർക്ക് കണ്ടു കിടക്കാവൻ. ഒടുവിൽ ബോഡി എടുത്തുകൊണ്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആരാണ്ട് ചോദിക്കുന്നു, അവറാൻ പാസ്റ്റർ എന്തിയെ? പാസ്റ്റർ അവറാൻ എന്തിയെ? ഞാൻ പറഞ്ഞു, ഉണ്ട്, പിടിക്കടാ നീയുടെ തലയ്ക്ക്. എന്നാ കാര്യം? അവൻ പറഞ്ഞിരുന്നു ഞാനും പിടിക്കണമെന്ന്. ഞാനിവിടെ കൂടിയാണ് ചെതയ്ക്ക് വലം വെക്കുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ കഷ്ടിച്ച് 3-4 വർഷത്തെ ഡയബറ്റിക് അവനെ കൊണ്ടുപോയി.
10, 20, 25 വർഷം കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത് തമ്പുരാൻ്റെ കൃപയല്ലേ? ഈ തമ്പുരാൻ്റെ കൃപയായതുകൊണ്ടാണ് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. തമ്പുരാൻ്റെ കൃപയായതുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഒറ്റ വർഷം കൊണ്ട് കിഡ്നി പോയവരെ എനിക്കറിയാം. 45 വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാത്തവരെ എനിക്കറിയാം. ചോദിച്ചു എന്തുകൊണ്ടാണ്? ഡയറ്റാണ്. എന്തൊരു ഡയറ്റ്? ഒന്നുമില്ല പാസ്റ്ററെ, എന്നും രാവിലെ പച്ചവെള്ളം കുടിക്കുമ്പം യേശുവിൻ്റെ രക്തം ജയമെന്ന് പറയും. അതൊക്കെ ഉള്ളൂ നമ്മുടെ ആകപ്പാടെയുള്ള ഡയറ്റ്. എന്ത് കുടിച്ചാലും എന്ത് കഴിച്ചാലും സ്വോത്രം കർത്താവെന്ന് പറഞ്ഞ് കഴിക്കുന്നതല്ലാതെ വേറെന്ത് ഡയറ്റാ? എല്ലാവരും അല്പസമയം ദൈവത്തിനെ ഒന്ന് സ്തുതിച്ച്, ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണ്ടേ? ബുദ്ധിമുട്ടില്ലാത്തവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശരീരം ദൈവത്തെ ആരാധിക്കാൻ, ശരീരത്തിൽ അഹങ്കരിക്കരുത്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നത്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ. ഒരു കാര്യം, ഈ ധനവും ആരോഗ്യം എല്ലാം അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലൊരു മിറ്റമൊക്കെ കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത വാത്സല്യ സഹോദരങ്ങളെ എനിക്ക് ഭയങ്കര 5 മിനിറ്റത്തെ പരിചയമുള്ളൂ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. എല്ലാവരും അമേരിക്കയ്ക്ക് പോകുമ്പോൾ താണ്ടി തിരിച്ചു വന്നേക്കുന്നു. അപ്പോൾ എല്ലാ പിള്ളേരെയും അവിടെ വിട്ടുപടിപ്പിക്കുമ്പം പുള്ളിക്കാരൻ പിള്ളേരെയും കൊണ്ട് ഇങ്ങി വന്നു. എനിക്കങ്ങ് സന്തോഷം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയും നാടിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന്. ഈ നാട് നല്ല നാടാണ്. സത്യത്തിന് ഈ നാട് നല്ലതല്ലേ? ഇവിടെ വർഗീയതയാണെന്നൊക്കെ പറയുന്ന ചുമ്മാല. ഇന്നലെ ഞങ്ങൾ കണ്ടു ഇസ്ലാം സഹോദരൻ സ്ഥലം കൊടുത്തത്. ഞങ്ങൾ യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അക്രൈസ്തവരായ സകല സഹോദരങ്ങളും അവരുടെ വീടിൻ്റെ മുറ്റത്തിറക്കി കസേരയൊക്കെ ഇട്ട് യോഗം കേട്ട്. ഞാൻ പോയപ്പം കൈ കാണിച്ചു, എന്നെയും കൈ കാണിച്ചു. എനിക്കൊരു സന്തോഷമായി. അപ്പോൾ ഈ നാട് നല്ല നാടല്ലേ? നല്ല നാടാണ്. ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് രാത്രി മരിച്ചു കിടന്നാൽ 10 പേര് അറിയത്തില്ലേ? അമേരിക്ക മരിച്ചു പോയാൽ എന്തോ ചെയ്യും? ആരറിയാനാ? ഞങ്ങളുടെ അവിടെ രാവിലെ നമ്മളിത്തിരി ലേറ്റായിട്ട് വന്ന് രാവിലെ ഗേറ്റ് തുറന്നില്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തെ അമ്മച്ചി വയ്യായെങ്കിലും ചാടി, എന്നാ മനുഷ്യരെ ഇവിടെ ആരും ഇല്ലയോ? എന്തി എല്ലാവരും അങ്ങനെ ചോദിക്കുന്ന ഏക നാട് ഏത് നാടാണ്? നമ്മുടെ നാടാണ്. അപ്പം നമ്മുടെ നാട് നല്ല നാടാണ്, നല്ല നാടാണ്. അപ്പം നോക്കൂ എൻ്റെ പൊന്നു പ്രിയരെ, ഇങ്ങനെയുള്ള ധനം കൊണ്ടും എല്ലാം കൊണ്ടും ആരെ ആരാധിക്കണം? ദൈവത്തിനെ ആരാധിക്കണം. ധനത്തിനൊന്നും പുകഴില്ല കേട്ടോ. ഇവിടെ സ്ത്രീ സൗന്ദര്യം കാണിക്കാൻ ആ രാജാവ് കാണിച്ച ഒരു കാര്യം, ധനത്തിൽ പുകഴരുത്. അത് പറയുമ്പോഴും ഒരു എളിയദാസൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്, പേടിച്ചു പോയൊരു കാര്യം, ചിന്തിപ്പിക്കുന്ന കാര്യം. ഓരോന്നും കാണുമ്പോൾ ഓരോന്ന് ചിന്തിക്കണ്ടേ? ദൈവം ഓരോ സന്ദേശം തരും. ഒരു വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു സമയം, അന്ന് ഞാൻ അവിടെ ചെന്നു. അമ്മയുണ്ട്, പിന്നെ ഭവന സന്ദർശനം എന്ന സന്ധ്യയായി. ഈ മനുഷ്യൻ കൂടി വന്നു. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു കായസഞ്ചിയുടെ വലിയൊരു സഞ്ചിക്കകത്ത് നിറച്ച് കെട്ടുകണക്കിന് നോട്ട്. എൻ്റെ പൊന്നെ, സത്യമായിട്ട് ഞാൻ അത്രയും നോട്ട് ഒന്നിച്ച് കാണുവാൻ ജീവിതത്തിൽ. കെട്ടുകണക്കിന് നോട്ട്. ഈ നോട്ട് പുള്ളി വാരി പെട്ടെന്ന് കയറുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു. വീടിൻ്റെ ഈ പെരയ്ക്കകത്ത് ഈ ഷെയ്ഡുണ്ട്. പണ്ട് എല്ലായിടത്തും ബെൽറ്റിൽ നിന്ന് ഷെയ്ഡ് വറക്കും. ഇപ്പോഴത്തെ വീടുകൾക്ക് അതില്ല. അവിടോട്ടാണ് നമ്മൾ എല്ലാം കൂടെ തള്ളി കയറ്റി വെക്കുന്നത് അല്ലേ? ഷെയ്ഡ് മുറിക്കാത്ത മാർക്ക്, കാരണം ഒരിക്കലും പൊടി പോകത്തില്ല. ഒരിക്കലും ഇതിനകത്ത് മുഴുവൻ ഈ അലർജി ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ഏതായാലും ഈ ഷെയ്ഡിലോട്ട് ഈ പൈസ വാരി എറിയുക. അപ്പോൾ ഈ പൈസ വാരി എറിയുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചു, 1-2 അല്ല, 5 കണക്കിന് പൈസ. ഞാൻ ചോദിച്ചു ഇതെന്നാ ചോദിച്ചവൻ പറഞ്ഞ്, എടാ കള്ളം വന്നാൽ അലമാരി തുറക്കാൻ പറയും, അതിനകത്ത് കുറച്ച് കീറിയ നോട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കും, അവൻ പൊക്കോളും. ചിലപ്പം ദയ തോന്നി 100 രൂപ ഇങ്ങോട്ട് വിടും. ഒരു കള്ളനും എവിടെ തപ്പത്തില്ല? ഷെയ്ഡേ തപ്പത്തില്ല. അതിനാണ് ഷെയ്ഡയിലിട്ടത്. അയ്യോ, അത് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഞങ്ങളെ ഇറക്കി വിടണം. കാരണം കുപ്പി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ബീഫ് ഫ്രൈ ഇരിപ്പോൾ അതും മേടിച്ചുകൊണ്ടാണ് വന്നേ കുടിക്കാൻ. ഞങ്ങളിരിക്കുന്നവർ അമ്മയോടൊരു ബഹുമാനം, കുടിക്കാൻ വയ്യ. പുള്ളി എന്തോ ഒരു ദേഷ്യം വന്നിട്ടൊരു ഏതാണ്ട് പറഞ്ഞ് ഭാര്യയോടൊക്കെ ഒരു കസേര എടുത്ത് ഒറ്റ അടിച്ച് കസേര അങ്ങ് ഒട്ടിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചടാ എന്നെ തല്ലിയാണ്? എൻ്റെ ആൻറ്റി അങ്ങ് പോകും, എനിക്ക് കുടിക്കണം, നിങ്ങളങ്ങ് പോകാമോ? നിങ്ങളുടെ മുമ്പിൽ ഇരുന്നോണ്ട് ഞാൻ കുടിക്കാനൊക്കെ. ശരി, ഞങ്ങൾ പോന്നു. അങ്ങനെ പൈസ എറിയുന്ന കണ്ടു, കുടിക്കുന്ന കണ്ടു. പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞ്, എത്രയോ വർഷം കഴിഞ്ഞ്, ഞാനൊരു രാത്രി ഒരു ഇരുചക്രവാഹനത്തെ വരുമ്പോൾ ഒരു തട്ടുകടയുടെ മുമ്പിൽ ഞങ്ങളുടെ ടൗണിൽ നിൽപ്പുണ്ട്. രാത്രി 12-12:30 പഴയ പുള്ളിയല്ലേ, കണ്ടിട്ട് ഇട്ടിട്ട് പോകുന്നത് എങ്ങനെ? ഞാൻ നിർത്തി. എന്തുകൊണ്ട് ചായ? ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ ബിസിനസ്സൊക്കെ ഇച്ചിരി ജപ്തിയൊക്കെ ആയെന്ന് കേട്ടല്ലോ, എന്തായ കാര്യങ്ങൾ? പുള്ളി ഭയങ്കര മിടുക്കനെ. പഴയ പുള്ളിയോട് പറഞ്ഞു, വാട്ട് യു തിങ്ക് അബൌട്ട് മീ മാൻ? I know how to handle the situation. You know, I can handle the situation. I can.
ഞാനങ്ങൊന്നും പേടിക്കത്തില്ല. ഇത്ര ടൺ സാധനമാണ്, ഐ ജസ്റ്റ് നീഡ് എ ഫോൺ. ഇത്ര ടൺ സാധനം എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ commission that itself comes around 20 to 30 lakhs rupees, and that money will be credited into my account within 2-3 weeks. Then things will be solved. ഞാനിങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ്. ഇത്ര കോടി രൂപയുടെ ബിസിനസ് എക്സ്പോർട്ട് ചെയ്തു, ഇത്ര കോടി ലക്ഷം രൂപ കമ്മീഷൻ വരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളിയാണ് പറഞ്ഞു, ഒരു 50 രൂപ തരാമോ 2 ദോശ കഴിക്കാനാണ്. എനിക്കൊക്കെ കരയാൻ തോന്നി. ഇത്രയും വലിയ കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് 50 രൂപ 2 ദോശ കഴിക്കുക. അതിന് ഈ കഥ പറയേണ്ട കാര്യമുണ്ട്. ഞാൻ കൊടുക്കും. എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പിടിച്ചു, പൈസ എറിയുന്നത് കണ്ടു, ഇതും കണ്ടു. ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്തോ പ്രദർശിപ്പിക്കാനാ? ദൈവമേ, ഒന്നും പ്രദർശിപ്പിക്കാതെ ക്രിസ്തുവിൽ മറഞ്ഞു ജീവിക്കാൻ. കരങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞ് ഇവിടെ പ്രദർശിപ്പിക്കാനാണ്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലേ? അവളുടെ സൗന്ദര്യം എല്ലാവരും കാണുകെ, സൗന്ദര്യം കാണിക്കേണ്ടതിന്, പ്രദർശിപ്പിക്കേണ്ടതിന് അവളെ കൊണ്ടുവരുവാൻ. ഒരു കാര്യം ഓർത്തോണേ, തമ്പുരാൻ തന്ന ഒരു നന്മയും എന്ത് ചെയ്യരുത്? പ്രദർശിപ്പിക്കരുത്. ഇന്ന് പ്രദർശനത്തിൻ്റെ ലോകമാണ്. എല്ലാം എന്തിനേറെ പറയുന്നു, കൺവെൻഷൻ യോഗങ്ങൾക്ക് പോലും ഈ ഫ്ലെക്സും ഫോട്ടോയൊക്കെ ഇപ്പം ഉണ്ട്. ഞാനൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരാളുടെ ഫോട്ടോ വെച്ചു, അവരെന്നെ വിളിച്ച് ഫയർ ചെയ്തു. ആരോട് ചോദിച്ചിട്ടാണ് ഈ ഫോട്ടോ വെച്ചത്? Who gave you the authority to put this photo? ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? എന്നെ അങ്ങ് ഊടും. ഞാൻ പിന്നെ ഫ്ലെക്സ് പിൻവലിച്ചിട്ട് പുതിയ ഫോട്ടോ വെച്ചു. കാരണം ആ ഫോട്ടോയാണ് എൻ്റെ. ഈ ഫോട്ടോ എന്തോന്ന് മൊത്തം മാറ്റാൻ നോക്കൂ. വരണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരു കുഴപ്പമില്ല, പക്ഷെ പറയാൻ നോക്കൂ. ഇപ്പം എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ പിന്നൊരു ചിന്ത തോന്നി. ഞാനൊരിടത്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം ഞാൻ വണ്ടിയെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വണ്ടി തട്ടിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ കണ്ടോ എന്നാണ്, ഒരു മരത്തെ ഞാൻ ഒറ്റയ്ക്കിരിക്കുക. എന്നെ ഫോട്ടോയാണെന്നറിയാം, ഞാൻ ഒറ്റയ്ക്കൊരു ഫോട്ടോ, ഭയങ്കര. അച്ഛാ ഇതിൻ്റെ ഫോട്ടോ എടുക്കട്ടെ? ഞാൻ പറഞ്ഞു എടുക്കണ്ട. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരു വാക്യം വന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവരാണ്. അടിച്ചു കയറ്റി കോണ്ടസ്റ്റ് അതിലല്ല അത് പറയുന്നത്. എന്നാലും ഒന്നും പ്രദർശിപ്പിക്കാതെ ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കാൻ, ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും മനോഭാവത്തിനും വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാൻ, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കണം. എൻ്റെ ഒരു കുഞ്ഞോഞ്ചാന അപ്പച്ചനറിയാം. ഞങ്ങളുടെ റാന്നിയിലൊരു വാലയിലെ റോയ് പാസ്റ്ററുണ്ട്. ഞാൻ പുള്ളിയെ കൂടെ പറയാറുണ്ട്. രാവിലെയും വൈകിട്ടും വീട്ടിൽ വരുമ്പം പുള്ളി മനോജ് ഭാഷക്കറിയാം അല്ലേ? എൻ്റെ മുഖത്ത് നോക്കി ഒറ്റക്കാര്യം, പ്രിൻസിപ്പനെ ഒറ്റക്കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ക്രിസ്തുവിൽ മറിഞ്ഞിരുന്നോണം. ചാട്ടുടി പോലെ പുള്ളി 2-3 വാക്കേ പറയുന്നത്, ക്രിസ്തുവിൽ മറിഞ്ഞിരുന്നോണം. കൂടെ പറയുന്ന ഒരു വാക്കാണ് ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? മറിഞ്ഞിരിക്കണം. അല്ലാതെ എന്ത് പ്രദർശിപ്പിക്കാൻ, എന്ത് പ്രദർശനം പറ്റി? പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നൊരു കാര്യമുണ്ട്, ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട്. ദൈവം എന്നും എവിടെ ഇടപെടും? ചരിത്രത്തിൽ ഇടപെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ മൊർദെഖായിയും എസ്തേറിനെയും കാണുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയ 2:6 പിടിച്ചുകൊണ്ട് പോയ യഹൂദ രാജാവായ യോഖന്യാവോട് കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും, അവരുടെ പേര് പറയുന്നുണ്ട്, ശിമിയുടെ മകനായ യായീരിൻ്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള യഹൂദൻ ഉണ്ടായിരുന്നു. 7-ാം വാക്യത്തിൽ അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു, അവളെ മകളായിട്ട് എടുത്തു എന്ന്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് ആരായിരിക്കും? മൊർദെഖായി ആയിരിക്കും. അഡോപ്ഷൻ നമ്മൾ പിന്നെ ദത്തെടുപ്പിനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്. നമ്മളെ ദൈവം ദത്തെടുത്തു, പുത്രത്വം, ദത്തെടുപ്പ് ഇന്ന് അഡോപ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു ഒരാളെ അഡോപ്റ്റ് ചെയ്ത ഒരു പക്ഷേ ചരിത്രം ആരുടേതാ? മൊർദെഖായിയുടെ ചരിത്രം. അഡോപ്റ്റ് ചെയ്തു, അഡോപ്ഷൻ. ഇന്ന് ഒത്തിരി പേര് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. വലിയൊരു പുണ്യമായ കാര്യമാണ്. പക്ഷെ അതിനെന്നും ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അതിൻ്റെ മറുവശം. ഞാനിതെല്ലാം കണ്ടിട്ടുള്ള ആളാണ്, അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് 2 വശമുണ്ട് അതിനെല്ലാം. എന്നാലും വലിയൊരു പുണ്യകർമ്മമാണ്, വിശാലപ്പെട്ടൊരു കാര്യമാണ്. ഈ മൊർദെഖായി ആ മകളെ അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, അവൾ തൻ്റെ ചിറ്റപ്പൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? അങ്കിളുടെ മോള, കസിനാണ്, ഫസ്റ്റ് കസിനാണ്. കസിനെ തനിക്ക് എന്തായിട്ട് എടുത്തു?
മകളായിട്ടെടുത്തു. അവിടെയും ദൈവത്തിൻ്റെ ഒരു ബൈബിൾ പ്രിൻസിപ്പിളുണ്ട്. നമ്മളൊരു പ്രിൻസിപ്പിൾ കണ്ടു. എന്താണ്? രാജാക്കന്മാർ കുടിക്കാൻ പാടില്ല. 2, ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? പ്രദർശിപ്പിക്കാൻ പാടില്ല. ആർക്കും മറഞ്ഞിരിക്കണം? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. ഇവിടെ മറ്റൊരു വലിയ പ്രിൻസിപ്പിൾ കാണുകയാണ്. ഇവൾ അനാഥയാണ്, അപ്പനും അമ്മയില്ലാത്ത പെൺകുട്ടിയാണ്. എൻ്റെ ദൈവം ആരുടെ ദൈവമാണ്? അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണ്. അനാഥരുടെ ദൈവമാണ്, അനാഥരുടെ പിതാവാണ്. അനാഥരുടെ പിതാവായ ദൈവം ഈ മൊർദെഖായി അവളെ ദത്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. സങ്കീർത്തനം 41, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ അവനെ വിടുവിക്കും. എല്ലാവരും പറഞ്ഞേ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ഇവള് എളിയവളാണ്, അനാഥയാണ്, അനാഥയായ പെൺകുട്ടി. പക്ഷെ ഒരു കാര്യം അവിടെ നമ്മൾ ഓർക്കപ്പെടാനുണ്ട്. ഈ ചരിത്രം എന്തുകൊണ്ട് വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമായി? ഞാൻ എന്തുമാത്രം കുട്ടികളെ കണ്ടു. ഈ മനസ്സിനകത്ത് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. എത്രയോ പേരുടെ കണ്ണീര്, എത്രയോ പേരുടെ വേദനകൾ, എവിടെല്ലാമുള്ളവരുടെ വേദനകൾ. ഒത്തിരി കുഞ്ഞുങ്ങളുടെ വേദനകൾ ഞാൻ കേട്ടു. ഒത്തിരി പെൺകുട്ടികൾ അബ്യൂസായത്, എന്തിനേറെ ആൺകുട്ടികളും പെൺകുട്ടികളും അബ്യൂസായത് കസിൻസിൻ്റെ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ഇന്ന് പലരും കസിൻസിൻ്റെ വീട്ടിൽ പോലും മക്കളെ വിടാൻ പേടിക്കും. പക്ഷേ ആരുമില്ലാത്ത, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പെൺകുട്ടിയെ പൂർണ്ണ നിർമ്മലതയിൽ വളർത്തിയ ഒരു മനുഷ്യൻ്റെ പേര് വേദപുസ്തകത്തിലുണ്ട്. പേരെന്താ? മൊർദെഖായി. ആ പെൺകുട്ടിക്ക് ഒരു അബ്യൂസ് ഉണ്ടാകാതെ, ആ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ അനാഥയായ ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തിയ മകൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രമായി. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ യാത്രകളിൽ തൻ്റെ രഹസ്യ ജീവിതത്തെ സൂക്ഷിക്കുന്ന വ്യക്തികളുടെയൊക്കെ പേര് ജീവപുസ്തകത്തിൽ കാണും. ജീവപുസ്തകത്തിൽ കാണും. മറക്കരുതേ, ജീവപുസ്തകത്തിൽ കാണും. സകലതും നഗ്നവും മലർന്നുമായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ അവൾ രൂപവതിയായിരുന്നു, സുന്ദരിയായിരുന്നു. അവിടെ പഴയൊരു പേരുണ്ട്. എന്താണ്? ഹദസ എന്നാണ്. ഹദസ എന്നുള്ളത് വളരെ ടൈനി ആയിട്ടുള്ള എന്താണ് ഒരു വ്യക്തി എന്നുള്ള പേരാണ്. എന്നാൽ എസ്തേർ എന്നുള്ളത് ഒരു സ്റ്റാർ കണക്കെ ശോഭിക്കുകയാണ്. ദൈവം അവളെ മാറ്റുകയാണ്. അവൾ മൊർദെഖായി അവളെ എടുത്തു വളർത്തുകയാണ്. എല്ലാവരും ചേർന്ന വചനം ഒന്നുകൂടെ പറഞ്ഞ്, എളിയവനെ ആദരിക്കുന്നവൻ അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? നമ്മളെല്ലാവരും ഇന്ന് വലുതുകളിലേക്കും വലിയവരുമായിട്ടുള്ള ബന്ധങ്ങളിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന എന്നും ഒരു കൗണ്ടർ കൾച്ചറാണ്, ഒരു പ്രതി സംസ്കാരം. ആ സംസ്കാരം വലിയവരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ വലിയ ഓട്ടമല്ല. എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് മത്തായി 25, അത് മറ്റൊരു കാര്യത്തിലാണത് പറയുന്നെങ്കിൽ പോലും തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ഈ ചെറിയവർക്ക് ചെയ്തതൊക്കെ ആരാക്കാ ചെയ്തത്? എനിക്കാ ചെയ്തത്. അവിടെ 6 ചോദ്യങ്ങളാണ് പറയുക. എന്താണ്? ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ വിശന്നിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ഔട്ടാക്കിയ 6 ചോദ്യം. ആ 6 ചോദ്യത്തിൻ്റെ പരീക്ഷ വരുന്നുണ്ടെന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ. അതൊരു എന്താണ് കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചിന്തകളാണെങ്കിലും അവിടെയും നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദൈവം എന്നും എളിയവൻ്റെ ദൈവമാണ്. ദൈവം എന്നും എളിയവൻ്റെ ദൈവമാണ്. മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചരിത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ജീവിതത്തിൽ പഠിച്ചൊരു പാഠം. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ, ഈ എളിയവൻ്റെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാനും പെങ്ങളും ഉണ്ട്, അമ്മയുണ്ട്, അപ്പയുണ്ട്. അപ്പോൾ ഒരു ശനിയാഴ്ച അപ്പ നമുക്ക് തലേദിവസം റിപ്പോർട്ട് കിട്ടുന്നു, നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ആരോ വിരുന്നുകാർ വരുന്നുണ്ട്. വലിയ ഒരുക്കമായി. അമ്മയ്ക്ക് എല്ലാ സാധനം എല്ലാം മേടിച്ചു കൊടുത്തു. ആരാന്ന് പറഞ്ഞിട്ടില്ല. അമ്മ അത് ഉച്ചയും കുത്തി നോക്കിയിട്ടും പറഞ്ഞില്ല. സർപ്രൈസിൻ്റെ കാലം ഇന്നല്ലേ, അന്ന് അമ്മ പപ്പ പറഞ്ഞില്ല. പക്ഷേ എല്ലാം കൂട്ടിയുള്ള ഊണാണ്. നമുക്കറിയാം 4 കോഴ്സാണ് നസ്രാണിയുടെ ഊണിന്. കൊതിപ്പിക്കുന്നില്ല. നസ്രാണിയുടെ ഊണിന് 4 കോഴ്സാണ്. ആദ്യത്തെ കോഴ്സിൽ കട്ട്ലേറ്റും സലാഡും ഉണ്ട്. ഈ ബേക്കറി കിട്ടുന്ന സാധനമല്ല, നല്ലപോലെ അമ്മ വറക്കുന്ന ഒരു സാധനമുണ്ട്, റൊട്ടിപ്പൊടിയൊക്കെ ഇട്ട്. അതിൻ്റെ മണം കിട്ടിയ സുഖമാണ്. അതും പിന്നെ സലാഡ് അരിഞ്ഞതാ, ഉള്ളി അരിഞ്ഞത് കഴിച്ചിട്ടില്ലേ? നല്ല. അത് കഴിഞ്ഞ് അപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ട്, മപ്പാസ് അല്ലെങ്കിൽ ബ്രെഡും മപ്പാസും. അത് കഴിഞ്ഞ് ചോറ്, അത് കഴിഞ്ഞാണ് പഴവും പഞ്ചാരയും എല്ലാം കൂട്ടിയുള്ള ഊണാണ്. ആരോ വലിയ ആളാണ്. ഉച്ചയ്ക്ക് നോക്കിയപ്പം എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരാളെയും കൊണ്ട് വന്നു. എന്നിട്ട് മേശ ഇലയൊക്കെ ഇട്ട് ഭയങ്കര രാജകീയ വിരുന്ന് കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്നത്. പോകാൻ നേരത്തെ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ അപ്പ എന്നെ വിളിച്ച് പറഞ്ഞ്, എന്നെയും പെങ്ങളെയും വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ട് ഒരു ഊണ് മേടിച്ച് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാ. മറക്കരുത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ആര് പിടിവിക്കും? യഹോവ പിടിവിക്കും. കൗണ്ടർ കൾച്ചറാണ്, പ്രതിസംസ്കാരം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇവിടെ ഈ എളിയ പെൺകുട്ടിയെ, അനാഥയായ പെൺകുട്ടിയെ എടുത്തു വളർത്തിയ ഒരു മകൻ്റെ ചരിത്രം
അത് തന്നെയല്ല, ആ മകളെ വിശുദ്ധിക്കാത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രം. അതുകൊണ്ടാണ് പിന്നത്തേത് നാം കേൾക്കുന്നത്, യഹോവ ആദരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് മൊർദെഖായി ആദരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ആദരിക്കപ്പെടാൻ കാര്യം എന്താ? ഈ ഒരു കാര്യം കൊണ്ട് ആ മനുഷ്യൻ ആദരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറിയ കാര്യങ്ങളെപ്പോലും ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ആദരിക്കുന്ന പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്, മറക്കരുത്. ഹല്ലേലൂയ. 2-ാം അധ്യായം, പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ വസ്തിയെ ഒഴിവാക്കിയ സ്ഥാനത്തേക്കിന് പെൺകുട്ടികളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ സുന്ദരിയായ ഹദസയെ, എസ്തേറിനെ മൊർദെഖായി അവിടെ കൊണ്ടാക്കി. അവിടെ കാലം വന്നു. 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധവർഗം, സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളെ കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയ്ക്കണം. 1 വർഷമാണ്, 6 മാസം. എന്തെല്ലാമാണ്? മൂർത്തൈലം, വലിയ വില കൂടിയ കാര്യങ്ങളാണ്, സുഗന്ധവർഗം, പിന്നെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം വിട്ട ഒരുക്കമാണ്. എത്ര മാസം? 12 മാസം. ചെറിയൊരു കാര്യമല്ല. ഒരു കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ പോകുന്നത് വെളുപ്പിനെ 3-3:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകും. പെണ്ണിൻ്റെ ഇടപാട് തെറ്റും. 3-3:30 പോയിട്ട് വന്ന 7 മണി 8, പിന്നെ ഫോട്ടോ, പിന്നെ ഒരു നിപ്പ, പാവം കഷ്ടമുണ്ട്. ഉച്ച കഴിഞ്ഞ് വിടുവോ, അന്നേരം ഫോട്ടോ. ഇതിൻ്റെ ഇടപാട് തെറ്റത്തില്ലേ ഒരു ദിവസത്തെ ഈ മെനക്കേട്? പക്ഷേ ഇത് അങ്ങനൊന്നും അല്ല. ഈ രാജാവിൻ്റെ അടുക്ക പോയി നിൽക്കാൻ എത്ര മാസത്തെ ഒരുക്കം വേണമായിരുന്നു? 12 മാസം. ഒരു രാജാവിൻ്റെ രാജ്ഞിയാകാൻ 12 മാസം ഒരുക്കം വേണമെങ്കിൽ രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ള നമ്മുടെ മണവാളൻ ഹല്ലേലൂയ വരുമ്പോൾ എന്തുമാത്രം ഒരുങ്ങണം നമ്മൾ. ഒരുക്കാനാണ് യോഗം. എന്തിനാണ് യോഗം? തൻ്റെ കാന്ത, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ വിശുദ്ധിയെ തികച്ച് നിൽക്കാനുള്ള ഒരുക്കം, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം. കർത്താവെ എന്നെ അങ്ങയുടെ അതിന് ഒരുക്കത്തിന് നമ്മളെ സഹായിക്കുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന് ദൈവത്തിൻ്റെ വചനം, മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനവും മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. അവിടെ ഒന്ന് നിന്ന് പറയട്ടെ, ഇന്നിൻ്റെ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഈ എളിയ ദാസൻ പറയും, ഏറ്റവും വലിയ അപകടം ദൈവസഭ, ക്രൈസ്തവർ ആകമാനം അനുഭവിക്കുന്നത് ബൈബിൾ വായന കുറഞ്ഞു. ബൈബിൾ വായന കുറഞ്ഞു. ഞാൻ എന്നോട് ദൈവാത്മാവ് എനിക്ക് എന്നോട് പുച്ഛം തോന്നിയ ഒരു ദിവസമുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു ദിവസം, എന്നോട് സങ്കടം തോന്നിയൊരു ദിവസം. ഞാനൊരു ദിവസം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പുസ്തകമൊക്കെ ആയിട്ട്. പെട്ടെന്ന് എൻ്റെ മോൻ കയറി വന്നപ്പോൾ അവനെ കാശിൽ ചോദിച്ചു, പപ്പായ്ക്ക് ഇന്ന് വൈകിട്ട് പ്രസംഗം ഉണ്ടോ? കാരണം അവനറിയാം പ്രസംഗം ഉണ്ടെങ്കിൽ ഉപദേശിയായ ഞാൻ വേദപുസ്തകം വായിക്കത്തുള്ളൂ. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി സത്യമായിട്ടും. എന്നോടത് എൻ്റെ മനസ്സിലൊന്ന് കൊളുത്തി വിളിച്ചു. നീ എന്ത് സന്ദേശമാണ് കൊടുക്കുക? എന്ത് സന്ദേശമാണ് കൊടുക്കുക? പ്രിയമുള്ളവരെ, വേദപുസ്തകം വായിക്കുന്ന സ്വഭാവം വർദ്ധിക്കണം. 20 വയസ്സിൽ താഴെയുള്ള എല്ലാ മക്കളും ഒന്ന് കൈവെക്കാവും. കുറവായിരിക്കും എല്ലാ കൺവെൻഷനും, എങ്കിലും 20 വയസ്സിൽ താഴെയുള്ള, കണ്ടോ, അതടുത്ത കാര്യമാണ്. ആ മക്കളൊക്കെ കുഞ്ഞാലാണ്. അമ്മ വിളിച്ചുകൊണ്ട് വന്ന 16, 17, 18, 16, 17, 18, 19 ഒന്ന് കൈവെക്കാം. ഇല്ലേ? മാവേലിക്കര സെൻട്രി 16, 17, 18, 19. ഇതാണ് അവസ്ഥ. ഇത് ചെറിയ കാര്യമല്ല, ഭയങ്കരമായിട്ട് അലാം ചെയ്യണം. 16, 17, 18 ഈ മറ്റേ കൊച്ചുങ്ങളൊക്കെ അമ്മ വിളിച്ചുകൊണ്ട് വന്നാൽ ചെവിയെ പിടിച്ച്. അത് കൊച്ചുങ്ങൾ, ഇവർ ഇച്ചിരി ചെറിയ പിള്ളേർ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? വീട്ടിലുണ്ട്. ദാറ്റ്സ് എ ഡേഞ്ചർ. അത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. നമ്മൾ ചെറുതായിട്ട് കാണരുത്, വലുതായിട്ട് കാണണം. ഈ ഒരു വലിയ ദൈന്യത അത് ഒരിടത്തല്ല, എല്ലായിടത്തും. ഞാനൊരു ദൈവദാസനല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട കാര്യം. ഞാൻ എല്ലാ മക്കളോടും പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, ഈ പ്രായത്തിൽ ഒരു 20 വയസ്സിന് മുമ്പ് അരമണിക്കൂർ വേദപുസ്തകം വായിക്കുകയും അരമണിക്കൂർ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നാളെ നീ എന്താകുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. അതിനെന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. അരമണിക്കൂറെങ്കിലും വേദപുസ്തകം വായിക്കണം. അത് വെറുതെ സങ്കീർത്തനം വായിച്ചാൽ പോരാ, ഓരോ പുസ്തകങ്ങളായി വായിക്കണം. വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളെ നമ്മൾ പഠിക്കണം. എന്തിനാ? നമ്മുടെ നിർണായക നിമിഷങ്ങൾ ദൈവവചനം നമ്മോട് ഇടപെടും. വചനം പറയുന്നു, അവൻ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നാൽ ദുഷ്ടന്മാർ അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെ അത്ര. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, സന്തോഷം കൊണ്ട് പറയാം. ഡിഗ്രി കഴിഞ്ഞ സമയത്ത്, വയസ്സ് 10-20 ഉള്ളൂ ഡിഗ്രി കഴിയുന്ന സമയം. ആ സമയത്ത് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട
വളരെ വന്യനായ ദൈവദാസൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോൻ്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു ബൈബിൾ കോളേജിൽ പോകണം, പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നമുക്കറിയാം എവിടെ പോയാലും അവിടെ ചെന്ന് അവസാനിക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ ശരി, നിന്നെ ഞാൻ ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, ഓസ്ട്രേലിയക്ക് പോവാം. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു ദൈവഹിതമാണോ? ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി. ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, എങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ എന്തായിരിക്കും? ആയിരിക്കണമെന്നില്ല കേട്ടോ, ആയിരിക്കാം, ആകണം. ഏതായാലും അന്ന് ഡൽഹിയിലാണ് എംബസി. ഡൽഹിയിൽ പോയി നല്ല പൈസ ചിലവായി. പൈസയൊക്കെ കടം മേടിച്ചുകൊണ്ടാണ് പോയേ, കൊടുക്കണം. അങ്ങനെ കൊണ്ട് കൊടുത്തു. പിന്നെ മെഡിക്കൽ കിട്ടി, മെഡിക്കലെല്ലാം പാസ്സായി. എന്നോട് പറഞ്ഞ് അടുത്ത 1-2 ആഴ്ചക്കകത്ത് വിസ വരും. വിസ വന്നാൽ പിറ്റേ ദിവസം പൊക്കോണം. ടിക്കറ്റിൻ്റെ പൈസ പറഞ്ഞു വെച്ചു, പോകണ്ടേ, എല്ലാം റെഡിയായി. അപ്പം ഞാൻ പോവല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ അപ്പച്ചൻ ദൈവമക്കൾ എന്തൊരു സ്നേഹമുള്ളവരാ. എല്ലാ ഞാൻ പറഞ്ഞു, അവരെല്ലാം എന്നെ വിളിച്ചു. രാവിലെ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരിടത്ത് ഊണ്, വൈകിട്ടൊരിടത്ത് ഭക്ഷണം. കാരണം മോൻ പോവല്ലേ, ഇഷ്ടം പോലെ പൈസയും കിട്ടി, ഉമ്മയും കിട്ടി. പോവല്ലേ, ഞാൻ പോവാണ്, പോകാൻ വേണ്ടി റെഡിയായി. എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഞാൻ അന്നും ഇന്നും എല്ലാം അന്നെൻ്റെ കുറച്ച് നല്ല കരാൾക്കട ബാലരാമര മുണ്ടുണ്ടായിരുന്നു. അലക്കി തേച്ച മുണ്ടെല്ലാം ഞാൻ പറക്കി കൊടുത്തു. ഓസ്ട്രേലിയക്ക് പോവല്ലേ. ദൈവകൃപയാ, പോയില്ല. അങ്ങ് നാണക്കേടായി, സങ്കടമായി. ഞാൻ ഹോളിൽ കിടക്കാൻ തുടങ്ങി. ഒരു ഡിപ്രഷൻ എന്നൊക്കെ ഇന്ന് വേണേൽ പറയാം. മനുഷ്യനെ ഫേസ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടായി. പക്ഷേ അന്ന് 1 വർഷത്തോളം ഞാൻ ഹോളിൽ താമസിച്ചു. ഹോളിലാണ് കിടക്കുന്നത്. കഴിക്കാൻ പല അത്യാവശ്യത്തിന് പുറത്ത് പോകത്തേ ഉള്ളൂ. അവിടെ തന്നെ കിടക്കും, അവിടെ കഴിക്കാൻ മാത്രം പോകും. എൻ്റെ കൂട്ടുകാർ, ചർച്ചിലുള്ളവരൊക്കെ വന്ന് കൂട്ടുകാരുണ്ട്, അവർ ഹോളിൽ വന്ന് കിടക്കുന്നവരുണ്ട്. അവരുമായിട്ട് കിടന്നിടും. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം പറയും, ആ സങ്കടത്തിൽ ഞാൻ 10-16 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഹോളിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ കരഞ്ഞുകൊണ്ട് ഉരുണ്ടിട്ടുണ്ട്. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത ഒരു അവജ്ഞ എന്നോട് തോന്നിയൊരു നിമിഷങ്ങൾ. അടുത്ത കാലത്ത് ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, 20 കഴിഞ്ഞ പ്രായത്തിൽ നിന്നെ തനിച്ചിരുത്തി മണിക്കൂറുകൾ പ്രാർത്ഥിപ്പിച്ചത് എൻ്റെ പദ്ധതിയായിരുന്നു. അതിൻ്റെ ഒരു ഫ്യൂവലാണ് ഇപ്പോൾ ഓടുക. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഈ പ്രായത്തിൽ പ്രാർത്ഥിക്കണം. ഈ പ്രായത്തിൽ പ്രാർത്ഥിച്ചാൽ നാളെ എന്താകുമെന്ന്, എങ്ങനെയാകുമെന്ന് കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങാം? വചനത്താൽ ഒരുങ്ങാം, അല്ലേ? വചനത്താൽ ഒരുങ്ങാം, പരിശുദ്ധാത്മാവിനാൽ ഒരുങ്ങാം. ഒക്കെ മുമ്പോട്ട് പോവുകയാണ്. ഈ പെൺകുട്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ അവിടെ ടേൺ വന്നു. പക്ഷേ അവിടെ ടേൺ വന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അവിടെ പറയുന്നുണ്ട്, അവൾ അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയിലൂടെ പോകുമ്പോൾ തന്നോട് കൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലതും അവൾക്ക് കൊടുക്കും. 13 കണ്ടോ, അവൾ ചോദിക്കുന്ന സകലതും കൊടുക്കും. പക്ഷേ ഈ പെൺകുട്ടി ചെയ്ത ഒരു കാര്യമുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം അന്തഃപുര പാലകനായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. ഈ മൊർദെഖായുടെ ചരിത്രത്തിൽ, എസ്തേറിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഒരു കാര്യമുണ്ട്. അവൾ മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾ ഹേഗായി ഇങ്ങോട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അല്ലാതെ അങ്ങോട്ടൊന്നും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ചോദിച്ചില്ല. ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. അവൾ ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. ഇവിടെയും നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളുണ്ട്. എപ്പോഴും മിതത്വത്തിൽ ജീവിക്കണം. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. നമ്മളിന്ന് പലപ്പോഴും ഭയങ്കര സ്വപ്നങ്ങൾ വിൽക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന മക്കളോടൊക്കെ പറയും മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകുന്നു. അങ്ങനെ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകും, ഡോക്ടറാകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ കൊച്ചൻ നീറ്റിന് പോയി കിട്ടിയില്ല. രണ്ടാമത് 1 വർഷം കൂടെ പോയി കിട്ടിയില്ല. അപ്പോൾ ആ ചേച്ചി എൻ്റെ ചെവി വന്ന് എൻ്റെ ഞങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ കൊച്ചൻ്റെ അമ്മ വലിയ പള്ളിയിലായിരുന്നപ്പോൾ ഒരച്ഛനും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ദൂത് പറയത്തില്ലായിരുന്നു. പറയൂ, ഇല്ലാത്ത സ്വപ്നം തന്ന് 2 വർഷം വെറുതെ പോയില്ലേ? 2 വർഷം വെറുതെ പോയില്ലേ? അപ്പം നമ്മളിന്ന് അപ്പുറത്തോട്ടുള്ള സ്വപ്നങ്ങൾ കൊടുക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അവളോട് അവൾക്ക് ഏകായി വേണമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, മേടിച്ചില്ല. അങ്ങനെ ഒരു സ്ത്രീയുടെ പേരാണ് വേദപുസ്തകത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ. കുറച്ചാൾക്ക് മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഗാന്ധി ജയന്തിയുടെ ദിവസത്തിൽ എൻ്റെ മേലൊരു ടാസ്ക് വന്നു. പവർ വിഷന് വേണ്ടി ഒരു ടോക്ക് നടത്തണം, ഒരു പ്രഭാഷണം. ക്രിസ്തുവും ഗാന്ധിയും, അല്ലെങ്കിൽ ഗാന്ധിയെ സ്വാധീനിച്ച ക്രിസ്തു ദർശനങ്ങൾ, അതിനെപ്പറ്റി ഒരു പഠനം നടത്തണം. ഞാൻ ധാരാളം വായിച്ചു. അങ്ങനെ ഒരു പ്രഭാഷണമൊക്കെ നടത്തി. അപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ വായിച്ചുകൊണ്ടിരുന്നപ്പം ഗാന്ധിജിയുടെ എല്ലാ കാര്യത്തിലും നമുക്ക് യോജിക്കാനൊക്കത്തില്ലെങ്കിലും ചിലതിലൊക്കെ വലിയ അല്പം തോന്നി. അതിനകത്ത് ഒരു ചിന്തയായിരുന്നു, ഏത്
സാധനം എടുത്താലും എന്ത് മേടിച്ചാലും ഗാന്ധിയുടെ ഒരു പ്രിൻസിപ്പിളാണ്, ചോദിക്കണം ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് ക്യാൻ ഐ മാനേജ് വിത്തൗട്ട്, ഒന്നുകൂടെ പറഞ്ഞ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനും ഭാര്യയും കൂടെ ഒരാവശ്യത്തിന് എറണാകുളത്തും പോയിട്ട് ലുലുവിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഗാന്ധിജി പഠിപ്പിച്ച ഒരു പ്രിൻസിപ്പിളുണ്ട്. എന്താണ്? ഏത് സാധനം എടുത്താലും 2 വട്ടം ചോദിക്കുക ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. 1.5 മണിക്കൂർ അതുവഴി നടന്നിട്ട് തിരിച്ചു വന്ന് ഒന്നും എടുക്കാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടം വരെ വന്നപ്പോഴാണ് ഇങ്ങയുടെ ഒരു പ്രിൻസിപ്പിൾ ഫിലോസഫി. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ട് എന്നോട് ചോദിച്ചു ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ. ഞാൻ പറഞ്ഞു അബ്സല്യൂട്ട്ലി നോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഈവൻ ഐ കാൻ ഇമാജിൻ ദാറ്റ്. സത്യത്തിൽ 2 വട്ടം ചോദിച്ചാൽ പലതും വേണോ? വേണ്ട. അതുകൊണ്ടാണ് നാം പാടുക, അല്പം അപ്പം വിശപ്പിനും സ്വല്പ വെള്ളം ദാഹിക്കലും, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിനും സ്വല്പ വെള്ളം. ബൈബിൾ പിന്നെയും പറയുന്ന ഒരു പ്രതിസംസ്കാരം. ദൈവത്തോട് നമുക്കെല്ലാവർക്കും, ഞാനും ഇത് പറയുമ്പോഴും മനുഷ്യനല്ലേ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, മിതത്വത്തിൽ ഒന്ന് ജീവിക്കാനുള്ളൊരു കൃപ തരണമേ. ലാളിത്യവും ലളിതജീവിതവും ഒക്കെ എവിടെയോ അന്യപ്പെട്ടെടുത്ത്, പ്രിയമുള്ളവരെ, ഇത് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം, അതാണ് ആത്മീയൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. കാരണം ഈ യാക്കോബും ഏശാവും കൂടെ ഉള്ള ആ ഒരു അഭിമുഖത്തിൽ ഏശാവ് പറയുന്നൊരു വാക്കുണ്ട്, എനിക്കെല്ലാം ഉണ്ട് മതി മകനെ, എനിക്കിതെല്ലാം ഉണ്ട് എന്ന് പറയുന്നൊരു സംതൃപ്തിയുടെ ലോകം. അതുകൊണ്ട് വചനം പറയുകയാണ്, അവൾ പറഞ്ഞു, ഏകായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും. അപ്പോൾ ഓർത്തോണം, മിതത്വമുള്ളൊരു പെൺകുട്ടിയുടെ ലോകമാണ് എസ്തേറിൻ്റെ ചരിത്രം. എന്നിട്ട് മുമ്പോട്ട് പോവുകയാണ്, അവളെ രാജ്ഞിയാക്കി. പക്ഷേ ഇവളെ എനിക്ക് മനസ്സിലാക്കിയ ഈ സഹോദരിയെ, ഈ വനിതാ രത്നത്തെ, ഈ വേദപുസ്തക വനിതയെ നമ്മൾ ചിന്തിക്കുമ്പോൾ 20-ാം വാക്യം 3:20, മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും എന്ത് ചെയ്തില്ല? അറിയിച്ചില്ല. അവൾ രാജ്ഞിയായി കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന എന്ത് ചെയ്തു? അനുസരിച്ച് വന്നു. എന്തുകൊണ്ടാണ് എസ്തേറിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രമായത്? ഞാൻ പറയും, അവൾ വളർത്തിയവരെ മറന്നില്ല, വന്ന വഴി മറന്നില്ല. വളർത്തിയവരെ മറക്കാത്ത, വന്ന വഴി മറക്കാത്ത ഒരു പെൺകുട്ടിയുടെ പേരാണ് എന്ത്? എസ്തേർ. ഇന്ന് പലരും, ഞാൻ ഉൾപ്പെടെ, വന്ന വഴി മറന്നു പോകും, വളർത്തിയവരെ മറന്നു പോകും. എത്രയോ പേർ നമ്മുടെ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അതുകൊണ്ടാണ് അപ്പനെ ഓർക്കണം, അമ്മയെ ഓർക്കണം. ആ അപ്പൻ, എനിക്കറിയാവുന്ന ആ അപ്പൻ ഒരു ചെറിയ പ്രയാസത്തിൽ, ഹിപ്പിനൊക്കെ ചെറിയ പ്രശ്നമുണ്ടായി, 90+ ആണ്, ഓക്കെ ആയി, നടന്നു, നല്ല സന്തോഷം. പക്ഷേ ഒരു ദിവസം അദ്ദേഹം ഉള്ള സ്ഥാപനത്തിൽ മോൻ വന്നു. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. മോൻ വന്നിട്ട് അപ്പൻ വളർന്ന അവരുടെ തറവാട് പൊളിച്ച് വലിയൊരു മാൻഷനാക്കി, ഭയങ്കര മാൻഷനാക്കി. ആ മാൻഷനാക്കിയതിൻ്റെ വീഡിയോ ഈ അപ്പനെ കാണിച്ചു. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ തറവാട്. അപ്പന് സന്തോഷമായി. വളർന്ന ആ വീട് ഇന്ന് പൊടിച്ച് വലിയൊരു മാൻഷനാക്കി, അടിപൊളി മാൻഷൻ. ഞാനും അതിൻ്റെ വീഡിയോ കണ്ട. മാൻഷനാക്കി. ആ മാൻഷനാക്കിയതിൻ്റെ കയറി താമസം, ഹൗസ് വാമിങ്, പെരവാസ്തോരി, ഇന്ന ദിവസമോ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് മോനങ്ങ് പോയി. അപ്പൻ തന്നെ നോക്കിക്കൊണ്ടിരുന്ന മകനോട് ആ ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്നു. തലേദിവസം ആയപ്പോൾ ഷേവ് ചെയ്തു, രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, അലക്കി തേച്ച ജുബായി മുണ്ടും എല്ലാം എടുത്തിട്ടു. പുള്ളി നോക്കിയിരിക്കുക, ആര് വരും? മോൻ വരും. വീടിൻ്റെ കീർത്താവസ്ഥ, ആ മോൻ വന്നില്ല. ദൗർഭാഗ്യം, അന്ന് കിടന്നതാ, ഈ നിമിഷം വരെ പിന്നെ എഴുന്നേറ്റിട്ടില്ല. അന്ന് കട്ടിലെ കിടന്ന മനുഷ്യൻ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. ഇത് ഞാൻ സാക്ഷി. പ്രിയരെ, വളർത്തിയവരെ മറക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ തന്നെ വളർത്തിയ മൊർദെഖായിയെ പിന്നെയും അനുസരിച്ച ഒരു മകളുടെ ചരിത്രമാണ് എസ്തേറിൻ്റെ ചരിത്രം. മറക്കരുത്. വളർത്തിയവരെ എന്ത് ചെയ്യരുത്? എല്ലാവരും പറഞ്ഞേ, വളർത്തിയവരെ എന്ത് ചെയ്യരുത്? ഒത്തിരി പേര് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യരുത്? നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങണം. 11-ാം അധ്യായത്തിൽ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. ഞാൻ ഈ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, ഈ UK-ലും അമേരിക്കയിലും വിത്ത് ഓൾ റെസ്പെക്റ്റ് മക്കളൊക്കെ പോയി അനുഗ്രഹിക്കപ്പെടുമ്പോൾ എങ്ങനെയൊക്കെയായി IELTS പാസ്സായ മക്കളോട് പലരോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ എനിക്ക് അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായി. പിന്നെ ഐ കം ഫ്രം ഓൾ ദ വേ, പിന്നെ അവരുടെ ആക്സെൻറ്റ് കേൾക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ എങ്ങനെ അന്ന് ഹിയറിങ്ങും ലിസണിങ്ങും സ്പീക്കിങ്ങും ഒക്കെ കിട്ടിയത് വളരെ രസമായിരുന്നു. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത അച്ചായും പ്രാർത്ഥിച്ചന്ന്.
അച്ഛൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കത്തില്ല, പക്ഷെ അന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ കൊച്ചിനെ എന്തോ ഓർത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ അമ്മ ഉപദേശക്കാരൻ എൻ്റെ യേശുവേ എൻ്റെ കൊച്ചിൻ്റെ പരീക്ഷ IELTS നടന്നുകൊണ്ടിരിക്കുകയാണ്. പാച്ചോടിക്ക് ഞങ്ങളുടെ ഉപദേശി അപ്പച്ചനില്ലേ, ഒരൊറ്റ അടിയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വോളിബോൾ കളിക്കുന്ന പോലായിരുന്നു. പുറകിൽ നിന്ന് കൊടുത്തു, അമ്മയൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു, ഒരൊറ്റ അടി കട്ടിച്ചേഴ് അപ്പുറത്ത് കിടന്നു. കട്ടിച്ചേഴ. പക്ഷേ ഈ അപ്പച്ചനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. വളർത്തിയവരെ മറക്കരുത്, വന്ന വഴി എന്ത് ചെയ്യരുത്, മറക്കരുത്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വളർത്തിയവരെ മറക്കരുത്, വന്ന വഴി മറക്കരുത്. മറവി ഒരു തരത്തിൽ അനുഗ്രഹം എന്ന് പറയും, പക്ഷെ മറവി ദോഷ. ചില സമയത്ത് അതെവിടെയായിരുന്നു, പർവ്വതത്തിനടുത്ത ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കൺവെൻഷൻ ഇതുപോലെ മുറ്റത്ത് ഒരു അയ്യത്ത് കൺവെൻഷൻ നടക്കുന്നു. യോഗം കഴിഞ്ഞപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു അധികാരനായ മനുഷ്യൻ ഒരു റബ്ബറെ ചാരി എന്ന് എൻ്റെ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട്. യോഗം കഴിഞ്ഞപ്പം ഞാൻ പാസ്റ്ററിനോടൊന്ന് പറഞ്ഞു, അവരാണ് നമുക്ക് സ്ഥലം തന്നത്, ഓർത്തഡോക്സ് സമുദായ വിശ്വാസത്തിൽപ്പെട്ടവരാണ്, അവരാണ് ഈ കൺവെൻഷൻ സ്ഥലം തന്നത്. അവിടെ ഒരു അമ്മയുണ്ട്, 98 ആണ്, ഒന്ന് പോയി കാണാം. ശരി, പോയി അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിക്ക് പക്ഷേ കിടക്കുകയാണ്, ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഡിമെൻഷ്യയായ ഓർമ്മയില്ലാത്ത അമ്മച്ചിയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഈ എളിവൻ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80 ദീർഘായുസ് കൊടുത്തു. മറവിയിലൂടെ പോകുന്ന ഈ അമ്മയെ അധികം കഷ്ടത്തിലാക്കാതെ അവിടുത്തെ തിരുവിഷ്ടം ഈ മകളിൽ നിറവേറുവാൻ അങ്ങയ്ക്ക് കാരുണ്യം തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ബലിഷ്ഠമായൊരു കൈ എൻ്റെ പുറത്ത് പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കണ്ട. എന്നോട് പറഞ്ഞതാ, സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ മനുഷ്യന് ഒരു കാര്യം കൂടെ പറഞ്ഞു, അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. ഇങ്ങനെയുള്ളവരൊക്കെ ഇന്നുള്ളതോർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നോക്കൂ, ഈ എസ്തേർ മറന്നില്ല. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഇങ്ങനെ മറക്കാത്ത, ഓർമ്മയുള്ള, നന്ദിയുള്ള, മറവിയില്ലാത്ത ഒരു ഹൃദയം തരണമേ. അതാണ് നന്ദി. ദൈവസന്ധി വരുമ്പോൾ എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇനിയും പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. മൊർദെഖായി പടിവാതിക്കൽ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം കേൾക്കുന്നത്. 2 പേര് ആരെ കൊല്ലാൻ നോക്കി, രാജാവിനെ. ഈ കാര്യം എസ്തേറിനെ അറിയിച്ചു. 2ൻ്റെ അവസാനം എസ്തേറിനെ അറിയിച്ചു. എസ്തേർ അത് രാജാവിനെ അറിയിച്ചു, അന്വേഷിച്ചു, സത്യമാണെന്ന് കണ്ടെത്തി. 2 പേരെ എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു. എന്നിട്ട് അത് എവിടെ കുറിച്ച് വെച്ചു, ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ നാൾവഴിയ ഡയറിക്കുറിപ്പ, ഓർമ്മയുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്ത് ചെയ്തു, കുറിച്ച് വെച്ചു. സ്തോത്രം പറഞ്ഞ്, ഓർമ്മയുടെ പുസ്തകത്തിൽ എന്ത് ചെയ്തു, കുറിച്ച്. ഒരു രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട്, രാജാവിന് എന്തു വന്നില്ല, രാജാവ് എന്തു വായിച്ചു, ഈ പുസ്തകം വായിച്ചു. അപ്പോഴാണ് മൊർദെഖായിയുടെ ചരിത്രം. അവൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. അത് വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് തന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഒരു രാജാവിൻ്റെ കയ്യിൽ നാൾവഴിയുടെ പുസ്തകം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഒരു പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ, ഒരു പുസ്തകത്തിൻ്റെ പേരെന്നതാ, ഓർമ്മയുടെ, സ്മരണയുടെ പുസ്തകം. എല്ലാവരും പറഞ്ഞേ, എന്തിൻ്റെ പുസ്തകം, സ്മരണയുടെ പുസ്തകത്തിൽ. വല്ലതും വേണ്ടേ അവിടെ, വല്ലതും വേണ്ടേ? ഈ സ്മരണയുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ മറന്നു കളയാൻ ദൈവം അനീതിയുടെ ദൈവം അല്ല. ആണോ? അല്ല. എല്ലാം അവിടെ രേഖപ്പെടുത്തും. ഒന്ന് സ്തുതിച്ചേ, എല്ലാം അവിടെ രേഖപ്പെടുത്തും. ഒരു അനുഭവം, ഒന്ന് കോംപ്ലിമെൻ്റ്. എന്തിനാണ് കഥകളും അനുഭവങ്ങളും പറയുക, മറക്കാതിരിക്കാനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. എന്താണ്? സ്മരണയുടെ പുസ്തകം. അവിടെ വേണ്ടേ? വേണം. 2018 വെള്ളപ്പൊക്കം നടക്കാറായില്ലല്ലോ. അതിഭീകരമായ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാൻ ഇട്ടിപ്പാറ ഞങ്ങളുടെ ടൗണിൽ നിൽപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് വെള്ളം വരിക. എൻ്റെ പൊന്നെ, വെള്ളം ഒരു വരവല്ലായിരുന്നോ? അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് എൻ്റെ കൂടെ. ഞാനിവരെ എല്ലാം വെള്ളം കാണിക്കാൻ കൊണ്ടുപോയ. വെള്ളപ്പൊക്കം കാണണ്ടേ, നമ്മളത് കണ്ടു വളർന്നവരാ. അതുകൊണ്ട് പിള്ളേരെ ഇതൊക്കെ കാണണ്ടേ, അവർക്ക് നാളെ ഒരു ഓർമ്മയല്ലേ. പക്ഷെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് ഞങ്ങളുടെ റോയി പാസ്റ്റർ പറഞ്ഞ്, മോനെ കൈവിട്ട പോക്ക ഇത്, പിള്ളേരെ കൊണ്ടുവിട്. നമുക്കിത് വഴിയെങ്കിലും നമുക്കതെങ്ങനെയാണെങ്കിലും ഒരു ധൈര്യമുണ്ട്, ചാടി പുറത്ത് പോകാം, പമ്പയുടെ തീരത്ത് വളർന്നതല്ലേ. പക്ഷേ പിള്ളേരെന്തോ ചെയ്യും. ഞാൻ പിള്ളേരെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞിട്ടും ഇറങ്ങരുത്, എൻ്റെ വണ്ടി ഇട്ടച്ച് ഞാൻ ഓടിയതാണ്, കാരണം അതുപോലെ വെള്ളം വരിക. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ കേട്ടു, ഞങ്ങളുടെ പാസ്റ്ററുടെ വീട്ടിൽ മൊത്തം വെള്ളം കയറി. ഒന്നും ചെയ്യാനില്ല, നമ്മളെന്തോ ചെയ്യാനാ. മേളിലൊരു കൊച്ചു കുഞ്ഞുമായിട്ട് നിൽക്കുമ്പോൾ ആരോ വള്ളം വന്നു. ആ വള്ളക്കാരനെ എടുത്തുകൊണ്ട് പോയിട്ട് കരയ്ക്ക് ഇറക്കി വിട്ടു. പിന്നെ കരണ്ടില്ലാത്ത ദിവസങ്ങൾ, 3-4 ദിവസം കരണ്ടില്ല, ഒന്നുമില്ല, വെള്ളം ഇറങ്ങി. അന്ന് ദൈവകൃപയാൽ എളിയവരുടെ അവിടെ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും നീണ്ടു നിന്ന ക്യാമ്പുകളിലൊന്ന്, 1000-ലധികം ആളുകൾ ഒരേ നേരവും താമസം ഉണ്ടായിരുന്നു. പിന്നെ 10,000-500 ഒരു മനുഷ്യർ
2000-ഓളം ആളുകൾ ഒരു നേരം ഭക്ഷണം കഴിച്ച ഒരു സ്ഥലം അതായിരുന്നു ഞങ്ങളുടെ സഭ. ദൈവകൃപയാൽ, കൃപയാൽ ദൈവം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വളരെ കഷ്ടപ്പെട്ട് പല വഴിക്കൂടെ ഡീസലൊക്കെ കൊണ്ടുവന്ന് ജനറേറ്റർ ഓണാക്കിയോണ്ടൊരു ഗുണമുണ്ടായി. നാട്ടുകാരെല്ലാം വന്ന് മൊബൈൽ ചാർജ് ചെയ്ത് ഞങ്ങൾ ഇഷ്ടം പോലെ പിൻ പോയിൻ്റ് ഇട്ട് കൊടുക്കും. കാരണം ആർക്കും എവിടെയാണെന്ന് അറിയത്തില്ല. എൻ്റെ ഈ ദേവദാസൻ ഒരു ആരോ കൊടുത്ത ഒരു കൈലിയും ഒരു ഷർട്ട് കിട്ടും. കാരണം എല്ലാം പോയി. ഓഫായി പോയൊരു മൊബൈൽ കൊണ്ടുവന്ന് അവിടെ ഓണാക്കി. മൊബൈൽ ചാർജ് ചെയ്ത് ആദ്യം ഓണാക്കിയപ്പോൾ ആദ്യത്തെ ഒരു കോള് അച്ചായൻ്റെയാണ്. ഇന്ന പാർഷല്ലേ? ആണും. എന്നെ ഓർമ്മയുണ്ടോ? ആരാ? ഇദ്ദേഹം നേരത്തെ മുംബൈയിലായിരുന്നു, ഒരു ഗൾഫിൽ ജോലിയായിരുന്നു, ഗൾഫ് എയറിൽ ജോലിയായിരുന്നു. അപ്പോൾ അന്ന് ബോംബെ ചെന്നിട്ടാണ് എല്ലാവരും വിദേശത്തോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം ടിക്കറ്റ് നോക്കി നിൽക്കുക, പോകാനൊക്കാതെ. അന്നത്തെ കാലം ബോംബെ ചെന്നിട്ടാണ് പോവുക. ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ട്, ചെറിയൊരു പനിക്കോള്. തൻ്റെ ഒരു ഫ്ലാറ്റിലാക്കി. എന്നിട്ട് ഇദ്ദേഹം യാത്ര ചെയ്ത് ലോക്കൽ ട്രെയിനിൽ കയറി തൻ്റെ ഒരു സ്ഥലത്ത് പോയി. 1 മണിക്കൂറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം രാത്രി വിളിച്ചെന്ന്. കാരണം നല്ലപോലെ പനിക്കുന്നു കേട്ടപ്പോൾ ഇദ്ദേഹം വീണ്ടും കാപ്പിയൊക്കെ അനത്തി ഒരു ഫ്ലാസ്കിൽ കുറച്ച് സാധനമൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ഇനിയും 1 മണിക്കൂർ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. പിന്നെ അദ്ദേഹത്തെ കയറ്റി വിട്ടു. പിന്നെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, ഇന്ന പാസ്റ്ററല്ലേ? ആണോ. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയോ? ഉണ്ട്. എന്നെ ഓർമ്മയുണ്ടോ? പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. പിന്നെ ഞാൻ അതുവഴി അങ്ങ് അമേരിക്കയിൽ ചെന്നു. ഇത് കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. 75,000 രൂപ ഇപ്പം കൊടുത്തു വിടും. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു അങ്കിൾ എന്നെ ഇങ്ങനെ സഹായിച്ചു എന്ന് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പം ജോലി കിട്ടി. അവരുടെ വക ഒരു 75,000 രൂപ. ഇപ്പോൾ 1,00,000 രൂപ ഇപ്പം കൊണ്ടുവരും. എല്ലാം പോയൊരു മനുഷ്യനാണ്. ഈ പുള്ളി എന്നെ നോക്കിയിട്ട് ഒരു കരച്ചിൽ പറഞ്ഞു. ആദ്യം ഫോൺ കിട്ടിയപ്പോൾ ഒരു ഗ്ലാസ് ഫ്ലാസ്കിന് 1,00,000 രൂപ. ഒരു ഗ്ലാസ് ഫ്ലാസ്കിലെ കാപ്പിക്ക് വർഷം കഴിഞ്ഞപ്പോൾ എന്താ 1,00,000 രൂപ. തമ്പുരാൻ്റെ പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു രാജാവിൻ്റെ കയ്യിൽ സ്വർണ്ണയുടെ പുസ്തകം ഉണ്ടെങ്കിൽ രാജാതിരാജാവായ മറക്കാത്ത നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേര് വേണ്ടേ? ചിലത് വേണ്ടേ? അതിനൊക്കെ ഈ യോഗമൊക്കെ നടത്തുക. സ്മരണയുടെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ രാജാവ് അത് ഓർക്കുകയാണ്. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. 3-ാമത് അധ്യായം. അപ്പോഴാണ് ഈ ഹാമാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാമൻ ആരെ കൊല്ലണം? യഹൂദന്മാർ. കാരണമുണ്ട്. മൊർദെഖായി ആരെ കുമ്പിട്ട് നമസ്കരിച്ചില്ല. ഇവിടെ ആദരവല്ല, ആരാധന ആഗ്രഹിച്ചൊരു മനുഷ്യനെ ആരാധിക്കുന്നത് ദൈവവചനത്തിൻ്റെ വിരുദ്ധമാണ്. അത് ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ അത് നിഷിദ്ധമായിരുന്നു. നമുക്കും വചനം വിശ്വസിക്കുന്നവർക്കറിയാം, ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. മറ്റാർക്കും എന്ത് കൊടുക്കാൻ പാടില്ല? ആരാധന കൊടുക്കാൻ പാടില്ല. ആദരവും ആരാധനയും രണ്ടാണ്. മറ്റ് മനുഷ്യനെ എന്ത് ചെയ്യാൻ പാടില്ല? ആദരിക്കണം. പക്ഷേ എന്ത് ചെയ്യരുത്? ആരാധിക്കാൻ പാടില്ല. അപ്പം ഇവിടെ തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടപ്പം അവനെ അങ്ങ് ഇല്ലാതാക്കണം. അപ്പോഴാണ് ആലോചന കിട്ടി, അവനെ മാത്രം കൈകാര്യം ചെയ്യേണ്ട, കുലത്തെ കൂടെ നശിപ്പിച്ചേക്കാം, മൊത്തം ജനത്തെ എന്ത് ചെയ്യാം? നശിപ്പിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ ആധാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാൻ്റെ മുമ്പിൽ വെച്ച് ഒരു പ്രത്യേക നമ്മുടെ ഈ കാർഡ് പോലൊക്കെയുള്ള ഈ തത്ത, ആ ചീട്ട് കൊത്തത്തിലെന്നൊക്കെ പറയത്തില്ലേ, ഇതുപോലെ അവരുടെ ഒരു രീതി. വലിയ മന്ത്രവാദികളെയൊക്കെ വിളിച്ചു വരുത്തി ചീട്ടിട്ടു. നല്ല ദിവസം ഇവരെ കൊല്ലാൻ വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്ത ദിവസം എത്ര ആയിരുന്നു? ആധാർ മാസം 12-ാം മാസം 13-ാം തീയതി എടുത്തു. 12-ാം മാസം 13-ാം തീയതി എടുക്കാനൊരു കാരണമുണ്ട്. ഞാനിതൊരു ഇടയോഗത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മാത്തമാറ്റിക്സിൽ ഈ നല്ലൊരു ഡിഗ്രിയൊക്കെ ഉള്ളൊരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ന്യൂമറോളജി പഠിക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട സംഖ്യയാണ് ഏത്? 13. മന്ത്രിമാരൊക്കെ വണ്ടി എടുക്കുമ്പോൾ 7, 7000, 77 ഒക്കെ എടുക്കും. പക്ഷേ സാധാരണഗതി 13-ാം നമ്പർ മുറിയിൽ താമസിക്കത്തില്ല. പേടിയാണ്, ചത്തുപോകും. രാത്രി വന്ന് ആരെങ്കിലുമൊക്കെ ഞെക്കും. 13-ാം നമ്പർ ഇച്ചിരി പേടിയാണ്. അപ്പോൾ സംഖ്യാശാസ്ത്രത്തിൽ മോശപ്പെട്ട ഒരു സംഖ്യയാണ് ഏത്? 13. ഇവരെ കൊല്ലാൻ അവർ തിരഞ്ഞെടുത്ത ദിവസവും ഏത് ദിവസമാണ്?
മോശപ്പെട്ട ഒരു ദിവസം 12-ാം മാസം 13-ാം തീയതി പൂരെന്ന ചീട്ടിട്ട് തീരുമാനിച്ചു ഇവരെ കൊല്ലണം. അതിനുവേണ്ടി എന്തു ചെയ്തു? അവരെ എല്ലാവരെയും അറിയിച്ചു. തുരകങ്ങളിൽ വശം, അഞ്ചൽക്കാർ വശം ഈ വാർത്ത എല്ലായിടത്തും അറിയിച്ചു. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞു എന്ന് കേട്ടപ്പോഴാണ് മൊർദെഖായി എസ്തേറിന് നോട്ട് കൊടുത്തു. നീ മിണ്ടാതിരുന്നാൽ യഹൂദൻ എവിടുന്നെങ്കിലും എന്ത് വരും? രക്ഷ വരും. പക്ഷേ എസ്തേർ ഇത് കേട്ടപ്പോൾ 3 ദിവസം വെള്ളം കുടിക്കാതെയും കഴിക്കാതെയും താനും തൻ്റെ തോഴിമാരും എന്ത് ചെയ്തു? ഉപവസിച്ചു. ജനം മുഴുവൻ എന്ത് ചെയ്തു? ഉപവസിച്ചു. അവർ 8-ലും വെണ്ണീരിലും ഇരുന്ന് കരഞ്ഞു. ഉപവാസവും പ്രാർത്ഥനയും എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കണ്ണീരോടെ ആത്മതപനത്തോടെ വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു കാര്യം, എസ്തേർ നേരെ എവിടെ പോയി? രാജാവിൻ്റെ അടുക്ക പോകുന്നു, ചെങ്കോല് നീട്ടുന്നു. ചരിത്രം നിങ്ങൾക്ക് അറിയാം. അപ്പം പിന്നെ പറഞ്ഞു എന്ത് വേണം? വിരുന്നിന് വരണം. വിരുന്നിന് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ ജനത്തെ കൊല്ലാൻ ആരാണ്? ഈ ഹാമാനാണ്. ഈ ഹാമാൻ എന്ന് കേട്ടപ്പം രാജാവ് എഴുന്നേറ്റ് പോയി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഇവനെ എന്തോ ചെയ്യും? തിരിച്ചു വന്നപ്പം കിടക്കുന്നു. പാവം പേടിച്ചു പോയതാ. എസ്തേറിൻ്റെ പുറകെ പോയി അവിടെ അങ്ങ് വീണ് പോയി. താണ്ട് അന്തഃപുരത്തിൽ കിടക്കുന്നവൻ പിടിച്ചു കൊന്നു, തൻ്റെ പിള്ളേരെ കൊന്നു. എന്നിട്ട് ഒരു കാര്യം ചെയ്തു. തുരകങ്ങൾ, ഫാസ്റ്റ് ഹോഴ്സസ് ആണ്, തുരകങ്ങൾ വശം പെട്ടെന്ന് കൽപ്പന കൊടുത്തു. 127 സംസ്ഥാനങ്ങളിലേക്കും അയച്ചു കൊടുത്തു. ഒരു കാരണവശാലും ആ ദിവസം ഒറ്റ യഹൂദൻ്റെ ദേഹത്ത് എന്ത് ചെയ്തേക്കരുത്? തൊട്ടുപോയേക്കരുത്. മാത്രമല്ല അവരെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരോട് പ്രതികാരം ചെയ്യാനുള്ള ദിവസം കൊടുത്തു. അങ്ങനെ ആധാർ മാസം 13-ാം തീയതി അവരെല്ലാം ഒരുങ്ങിയിരുന്നു. വന്നവരെ അവർ പ്രതികാരം നടത്തി. അങ്ങനെ അവർക്ക് ഭയങ്കര സ്വസ്ഥത വന്നു. അതുകൊണ്ട് യഹൂദന് ഒത്തിരി ഉത്സവമുണ്ട്. കൂടാര പെരുന്നാളുണ്ട്, പെന്തക്കോസ്ത പെരുന്നാളുണ്ട്. അതിൻ്റെ കൂടെ ഒരു പെരുന്നാളുണ്ടായി, പൂരീം ഉത്സവം. എന്താണ്? 14-ഉം 15-ഉം ദിവസങ്ങൾ, 14-ഉം 15-ഉം ദിവസങ്ങൾ അവർക്ക് ഉത്സവത്തിൻ്റെതായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ദിവസം അവരെ കൊല്ലാൻ തീരുമാനിച്ച ദിവസമാണ്. ആ ദിവസത്തിൽ അതവർക്ക് ഉത്സവമായിട്ട് മാറി. ഇത് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എളിയ ഏടുകളിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, സാത്താന്യ ലോകം, ഇരുട്ടിൻ്റെ ശക്തികൾ ഒത്തിരി തീയതികൾ കുറിക്കും നമ്മളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ. പക്ഷേ ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഉപവാസത്തിനും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീയങ്ങളല്ല. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടോ അല്ല. പക്ഷേ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ അതിശക്തമാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും. മോശയ്ക്കെതിരെ യുദ്ധം വന്നു. മോശ ഒറ്റക്കാര്യം ചെയ്തു. ഉയർത്തി പ്രാർത്ഥിച്ചു? കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നു, പുരുഷന്മാർ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് പോരാട്ടമുണ്ടോ? ഉണ്ട്. ഡേറ്റുകൾ കുറിക്കും. പക്ഷേ ഒരു കാര്യം, അതിശക്തമായ പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ ഈ ദിവസങ്ങൾ മാറിപ്പോകും. വലിയവരായ ഞങ്ങൾ ദൈവം തന്ന ഒരു ആത്മനിയോഗത്തിൽ ഇത് ഞാൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ കുറേ കുറേ ദിവസം രാത്രി തിരുവനന്തപുരം വരെ പോകും. തിരുവനന്തപുരത്തുനിന്ന് പ്രാർത്ഥിച്ചിങ്ങി വരും. അങ്ങനെ വന്ന് ഓരോ സ്ഥലത്തും ഇറങ്ങി നിൽക്കും. ഞാൻ കര ഉയർത്തി പ്രാർത്ഥിക്കും. എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെ കാണും, എൻ്റെ ഭാര്യ കാണും, ചിലപ്പോഴൊക്കെ ആരൊക്കെയും ഉണ്ടോ അവരെല്ലാം കാണും. അപ്പോൾ ഒരു ദിവസം ഇത് ഒരു പോരാട്ട ഭൂമിയാണ്. ഈ പോരാട്ടത്തിൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീയങ്ങളല്ല. ഒരു ദിവസം ഞാനും ഭാര്യയും മറ്റൊരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തെ ഒരു ദർശനം കണ്ടു. ഒരു ജീപ്പിൽ, ഞങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പോവുക, ജീപ്പിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. അന്ന് രാത്രി അവളാണ് വണ്ടി ഓടിക്കുക. അവൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. ഞാൻ അവിടെ ഇറങ്ങി എന്നും കൈ ഉയർത്തി 4 ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. 4 ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. യെശയ്യാ 43 പറഞ്ഞു, വടക്കിനോട് തരിക, തെക്കിനോട് തടഞ്ഞു വെക്കരുത്, കിഴക്ക് പടിഞ്ഞാറൊന്ന് ഞാൻ എന്ത് ചെയ്യും? ശേഖരിക്കും. അങ്ങനെ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ കണ്ട ദർശനം, ഉറക്കത്തിലാണ്, സ്വപ്നമാണോ ദർശനമാണോ ഏതായാലും, അവൾ കണ്ടത് ഒരു വാഹനം വന്ന് ഞാൻ ക്രോസ് ഇട്ടു. ആ വാഹനത്തിൽ നിന്നൊരു ഡ്രൈവർ ഇറങ്ങി. അപ്പോൾ ഈ വാഹനത്തെ നിറച്ച് ചാക്കുകളാണ്. ഇവൾ നോക്കിയപ്പോൾ മണൽച്ചാക്കാണ്. അതിലൊരു മണൽച്ചാക്ക് പൊട്ടിച്ച് ജീപ്പിൻ്റെ ബോണറ്റിലോട്ട് അങ്ങിട്ടു. ജീപ്പിൻ്റെ ബോണറ്റും കണ്ണാടിയെല്ലാം മണലായി, ഒന്നും കാണാൻ വയ്യ. അപ്പോൾ ഇവളിറങ്ങി ശാന്തമായിട്ട് ചോദിച്ചു, ചേട്ടൻ എന്നെ പണിയാൻ കാണിച്ചേ? മോശരിയെ കാണിച്ചേ, ഇനി എങ്ങനെ ഞാൻ വണ്ടി ഓടിക്കും? കാരണം ഒന്നും കാണത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുന്നതല്ലേ, ഞാനൊരു പണി തന്നാന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പം തന്നെ എന്നെ ഉണർത്തി പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടു. ഞാൻ സാരമില്ല, സ്വത്രം ലേരിയ പോട്ടെ, കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അരി വരിയുന്ന പോലെ എൻ്റെ ദേഹത്ത് കുരുക്കൾ. അങ്ങനെ മൊത്തം ഒന്ന് കുരുക്കളായി, സത്യം കുരുക്കളായി. ഞാനിത് പറയാൻ വേറൊരു കാര്യം കൂടാണ്. അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ സെൻസേഷൻ പോയി. എൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ തൊട്ടാൽ അറിയത്തില്ല, സ്പർശനം പോയി. ഞാൻ നടക്കുമ്പം ഒരു പടി കുത്തി നടക്കേണ്ടി വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കയ്യെ പിടിച്ചൊന്ന് നടക്കാൻ തുടങ്ങി.
ഞാൻ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു അച്ചായൻ പോയിട്ട് ആലപ്പുഴ പോയി എനിക്കൊരു ഇരുമ്പിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലം കൂടെ ഉണ്ടാക്കി തന്നു. കാരണം ചൂരലിൻ്റെ കാലം കൂടെ വളഞ്ഞു പോയി, അതിന് വളയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ വടിയലായി. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സ്റ്റിറോയിഡ് തുടങ്ങി മാറുന്നില്ല. ഇതറിഞ്ഞുകൊണ്ട് കടങ്ങന്നൂർ കുഞ്ഞോനപ്പച്ചൻ രാവിലെ 7 മണിയായപ്പോൾ എൻ്റെ അടുക്ക വന്നു. എനിക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിച്ചു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടുന്ന് വന്നു. അത് ഞാൻ നന്ദിയോടെ ഉറക്കുകയാണ്. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ കുറേ സഹോദരിമാർ ഇതറിഞ്ഞ് കോട്ടയത്തുനിന്ന് വന്നു. അവരെന്നെ അമ്മമാരാണ്, 10, 60, 65 വയസ്സുള്ള അമ്മമാരാണ്. ഇവർ പൗരുഷം കാണുന്നവരാണ്. അവർ സങ്കടപ്പെട്ട് വന്നു. എന്നിട്ട് എന്നെ ഒരു കസേര ഇരുത്തി. ആ പാവം അമ്മമാരെ വട്ടം ഇരുന്നിട്ട് അവരങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഞാൻ സത്യം പറയാം, അവിടെ കണ്ണീര് എൻ്റെ ദേഹത്തൂടെ ഒഴുകി. അന്ന് ഞാൻ എഴുന്നേറ്റു. പ്രിയയുടെ പോരാട്ടമുണ്ട്. പക്ഷേ ഈ പോരാട്ട ഭൂമിയിലെ അതിശക്തമായൊരു ആയുധമുണ്ട്. അതാണ് ഉപവാസവും പ്രാർത്ഥനയും. കുറയ്ക്കരുത് കൂട്ടണം. ഡേറ്റുകൾ തിരുത്തും പ്രാർത്ഥന. എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥന എന്ത് തിരുത്തും? അതുകൊണ്ടാണ് വിലാപത്തെ എന്താക്കി മാറ്റും? നൃത്തമാക്കി മാറ്റും. വിലാപത്തെ എന്താക്കും? നൃത്തമാക്കും. എന്നിട്ട് പറഞ്ഞേ, വിലാപം വരുത്താനാണ് ആ ഡേറ്റ്. ദൈവം എന്താക്കും? നൃത്തമാക്കും. കടന്നു വന്ന വഴികൾ, എന്നെക്കാട്ടിലും പ്രായമുള്ളവർ, പക്വതയുള്ളവർ, അനുഭവങ്ങളുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ യാത്രയിൽ പോരാട്ടമുണ്ട്. പേടിക്കൊന്നും വേണ്ട. പോരാട്ട ഭൂമിയിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയുണ്ട്. ഇവരെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവർ വീണ് കിടന്നു, രട്ടിലും വെണ്ണിലും ഇരുന്നു കരഞ്ഞു. പക്ഷേ തമ്പുരാൻ ആ ദിവസത്തെ അവർക്ക് എന്താക്കി മാറ്റി? ഉത്സവമാക്കി മാറ്റി. ഹല്ലേലൂയ. അവനവിടെ രട്ടടിച്ച് അവരെ സന്തോഷം ഉടിപ്പിച്ചു. വിലാപത്തെ എന്താക്കി? നൃത്തമാക്കി. കൈയടിച്ചെന്ന് സ്തുതിക്കാമോ? വിലാപത്തെ എന്താക്കി? നൃത്തമാക്കി. ഹല്ലേലൂയ. വിലാപത്തെ എന്താക്കും? നൃത്തമാക്കും. ഇത് അനുഭവങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇതൊക്കെ മറന്നാൽ പിന്നെ നമ്മളില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരെ രാത്രി പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നു. എൻ്റെ അപ്പായുള്ളപ്പോൾ പിശാച് പിടിച്ചവരൊക്കെ രാത്രി പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. പപ്പ ഒരൊറ്റ ശാസനയാണ്, അലറി പോകുന്നൊക്കെ പറയുമ്പോൾ ഇതങ്ങ് പോകും. എൻ്റെ അടുക്കൽ അങ്ങനെ കൊണ്ടുവരാറില്ലെന്നുള്ളതൊരു സത്യം. ഈയിടയ്ക്ക് അങ്ങനെ ഒരു ആളെ പിശാച് ബാധിച്ചവരെ ചെറിയ ഡൗട്ട് തോന്നി. ഇപ്പം ഓട്ടോറിക്ഷ പിടിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം വഴി നിന്നിട്ട് ഒരാൾ ചോദിച്ചു, എങ്ങോട്ട് കൊണ്ടുപോവാ? പിശാചിനെ ഇറക്കാനാ. പ്രിൻസിപ്പാൾസ് എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും. അതെന്നാ, പുള്ളി പിശാചിനെ കണ്ടാലും കുഞ്ഞേന്ന് വിളിക്കും. പുള്ളി മോനെന്നേ വിളിക്കത്തുള്ളൂ. ഈ പുള്ളി ശാസിക്കത്തില്ല. അതുകൊണ്ട് ആ പുള്ളി എടുത്ത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ പിന്നെ കേട്ടൊരു കാര്യം. എന്നാലും എൻ്റെ പ്രിയരെ, ഇഷ്ടംപോലെ ആളെ കൊണ്ടുവരാണ്. അങ്ങനെ ഒരു രാത്രിയിൽ ഒരു അമ്മ വന്നു. 10 ലേറ്റായിട്ടാണ് വന്നേ. അക്രവയസ്സായൊരമ്മയാണ്, നല്ലൊരമ്മ. ആ അമ്മ അവിടെ പിള്ളേരെല്ലാവരും കൂടെ അമ്മയെ കൊണ്ടുവന്നു. നല്ല കുറിയൊക്കെ തൊട്ട ഒരമ്മ, നല്ലൊരമ്മ, മാന്യൊരമ്മ. അമ്മ വന്നിട്ട് അവിടെ വിഷയം ഇതാണ്, പ്രാർത്ഥനയ്ക്ക് ജാതിയും മതമൊന്നും ഇല്ലല്ലോ. അവരോട് ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരു ഉപദേശം ഇവിടെ ഉണ്ട്, കൊണ്ട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അവർ ദൂരെ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ ഈ അമ്മയുടെ പ്രശ്നം, അമ്മ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. ഡിപ്രഷൻ വന്ന് അമ്മ പൂട്ടിയിരിക്കുകയാണ്. ഒന്നും മിണ്ടത്തില്ല. ഏതായാലും എൻ്റെ അപ്പ പ്രാർത്ഥിച്ചു, ശാസിച്ചു. ഇവിടെ തുറന്ന് ഇവർ കഞ്ഞി കുടിച്ച് ഇവർ നോക്കിയായി. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞൊരു ഏറെ ഇരുട്ടി ഇവർ തിരിച്ചു പോവുക. അങ്ങനെ തിരിച്ചു പോകാൻ ഇവർ പോയപ്പോൾ ഈ ആൻറ്റി പറഞ്ഞു, എനിക്ക് പേടി, ഒരു ചെറിയ ചിന്ത, വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും ഇത് വന്നാലോ, ഞാനിവിടെ കിടന്നോട്ടെ, സന്തോഷം, കിടന്നോളാൻ പറഞ്ഞു. അമ്മ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പാസനേജിൽ കിടന്നു. രാത്രിയിലൊക്കെ ഞങ്ങൾ 1-2 വട്ടം നോക്കിയപ്പോഴൊക്കെ അമ്മ ഉറക്കുക. വെളുപ്പിനെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടി വെളുപ്പിനെ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ ഉറക്കുക. അവൾ പോയി കാര്യം ക്രമീകരിച്ച് ഒരു ചായ ഇനത്തി അമ്മ എടുത്ത് വന്നപ്പോൾ ഈ അമ്മയില്ല. ഞങ്ങൾ ഇച്ചയെന്നാണ് വിളിക്കുന്നത്, ഇച്ചയെ അമ്മയില്ല. എൻ്റെ അമ്മയില്ല. അമ്മയെ അവിടെ മുറ്റത്ത് കാണുന്ന ഓർത്ത് എല്ലായിടത്തും വിളിച്ച്, എൻ്റെ പൊന്നെ അമ്മ അവിടെ ഇല്ല, ഈച്ചയെ അവിടെ ഇല്ല. അപ്പോൾ എന്നെ വന്ന് വിളിച്ച, അച്ഛാ ഇച്ചയില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയും മുറ്റത്ത് കാണും. ഇല്ല. പിന്നെ എല്ലാവരും വന്നു, എല്ലാവരും തപ്പി, ഇല്ല. ബൈക്കെടുത്ത് ചാനലെല്ലാം പോയി നോക്കി, ഇല്ല. എല്ലായിടത്തും പോയി, ഇല്ല. അവസാനം അവരുടെ വീട്ടിലറിയിച്ചു. ഒരു 9 മണി ആയപ്പോഴത്തേന് അവിടെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആൾ വന്നു. കാരിരുമ്പിൻ്റെ കൈക്കരുത്തുള്ള അവിടെ ഭർത്താവ്, നല്ല മനുഷ്യൻ. അയാൾ ഇങ്ങോട്ട് ഇറങ്ങി തന്നെത്താൻ ഇടിച്ചുകൊണ്ട് എൻ്റെ അപ്പാടെ കാക്കിലോട്ട് ഒറ്റ വീഴ്ച. അച്ചായ, പാസ്റ്റർ അച്ചായ, അച്ചായനൊരു സുന്ദരി ഭാര്യയില്ലേ, ഒന്ന് പോരെ, ഇതിന് എൻ്റെ പെണ്ണിനെ എടുത്തേ, എൻ്റെ പെണ്ണെ ഇങ്ങത്താ, എൻ്റെ പെണ്ണിനെ തന്നാൽ എൻ്റെ വീടെല്ലാം നിങ്ങൾക്ക് എഴുതി തന്നേക്കാം, എൻ്റെ പെണ്ണിനെ വേണം. എന്തോ ചെയ്യും? തപ്പി ലോകം മുഴുവൻ തപ്പി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പറഞ്ഞു, ഇതൊരു കമ്മ്യൂണൽ റയോട്ടാകും. ചെറിയ കാര്യമല്ല. രാത്രി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു സ്ത്രീ വെളുപ്പിനെ വീട്ടിയില്ല. എന്തോ ചെയ്യും? എനിക്ക് ഒന്നേ അറിയത്തുള്ളൂ, ഞാൻ എൻ്റെ ഹോളിൽ പോയി അന്ന് പണി നടക്കുക, മൊത്തം ചെളിയും പൊടിയും. ആ കാർപ്പറ്റെ കിടന്ന് ഉരുണ്ടു. തമ്പുരാനെ, ഇച്ചയെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഒരൊറ്റ കിടപ്പ് ഞാൻ കിടന്നു. തമ്പുരാനെ, ഇച്ചയെ കാണാതെ ഞാൻ കിടന്നേറ്റ് എന്തോ ചെയ്യും?
9 മണിക്ക് കിടന്ന് ഞാൻ 9:30, 10:30, 11:30, 12:30, 1 മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടെ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ ഞങ്ങളുടെ അപ്പാപ്പനുണ്ട്, അമ്മച്ചിയുണ്ട്, കുടുംബത്തിൻ്റെ കിണറുണ്ട്, ആ കിടത്തി ഒരു സ്ത്രീ കിടപ്പുണ്ട്, അച്ഛൻ വരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. ഇവൾ ഓടിപ്പോയി നോക്കിയിട്ട് ഓടി തിരിച്ചു വന്നു, ഇച്ചയ്യ ചത്തിട്ടില്ല, പോച്ചയെ പിടിച്ച് തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ചെന്നു, ഇച്ചയ്യ നോക്കും വിറച്ച് കിടപ്പുണ്ട്, 1.5 താഴ്ച കുഴിയ വെള്ളം. ഏതായാലും ഫയർഫോഴ്സ് വന്ന് പൊക്കിയെടുത്തു. ഞാൻ ഈ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയ് എന്താ പറ്റിയേ? ഇച്ചയ് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മുറ്റത്ത് ഇന്നപ്പോൾ ഒരു സ്ത്രീ റോഡിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു, ബാ. ഞാനങ്ങനെ അവരുടെ പുറകെ പോയി. അവിടെ ചെന്നപ്പം അവരവിടെ ഇന്ന് നടന്ന സംഭവം, കിണറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, ബാ. കിണറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇവർ ഈ കിണറ്റിൻ്റെ വാക്ക് ഇരുന്നിട്ട് ബാ. ഇവർ പോയി വെള്ളത്തിൻ്റെ വണ്ട ഇരുന്നുകൊണ്ട് പറഞ്ഞു ബാ. ഇവരെടുത്ത് ചാടി. ചിലപ്പോൾ ഹലൂസിനേഷൻ ആകാം, കാരണം ഇവർക്കൊരു ഓൾറെഡി ഹലൂസിനേഷൻ ആകാം. പക്ഷേ നമ്മുടെ ഭാഷയിൽ ഇതെന്താണ്? ഒരു പോരാട്ട അല്ലേ? എന്നാലും പൊങ്ങി വന്നപ്പം ഈ ഒരു 50-55 കിലോ ഉണ്ട്, കനം കുറഞ്ഞൊരു ചേച്ചിയാണ്. എന്നാലും പോച്ചയെ പിടിച്ച് രാവിലെ 6:30 ചാടിയ ചേച്ചി പോച്ചയെ പിടിച്ച് കിടന്ന് ഉച്ചവരെ ഈ പോച്ച പറയത്തില്ലേ? ഈ പോച്ച പറഞ്ഞില്ല. പറഞ്ഞവർ താഴെ പോയേനെ, പറഞ്ഞില്ല. ഇത് കാണാൻ കഴിയും. ഒരു ഡൗട്ട് വയ്യാത്ത അമ്മച്ചി ചുമ്മാ പോയി കണ്ടി നോക്കിയതാണ്. ഇല്ലേ ആരും ശ്രദ്ധിക്കത്തുമില്ല. വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ് കിണറ്. ഇപ്പം എല്ലാം മോട്ടറടിക്കുമല്ലേ. ഇപ്പം എൻ്റെ പൊന്നു പ്രിയരെ എടുത്തു പുറത്ത് കൊണ്ടുവന്നു. പിന്നെ പത്രക്കാർ എൻ്റെ ബഹളമായിരുന്നു, പോലീസ്, പത്രക്കാർ എല്ലാം വന്നു. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. അതാ അതിലും രസം. ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ബന്ധുവീട് സന്ദർശിക്കപ്പോൾ കാൽ വഴുതി കിണറ്റി വീണു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. SI ഇന്നാര്, കോൺസ്റ്റബിൾമാർ ഇന്നാരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ശുഭം തീർന്നു. ഇല്ലെങ്കിലോ വാർത്ത വന്നേനെ, പാഷയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ മരിച്ച നിലയിൽ. പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും ഉണ്ടായില്ല, പക്ഷെ കിടന്ന ഒരു കിടപ്പ് ഇപ്പോഴും ഞാൻ മാത്രമല്ല കേട്ടോ, വന്നവരും ഞങ്ങളുടെ പാവം വിശ്വാസികൾ തകർന്നു വീണ് അമറി, കർത്താവേ ഞങ്ങൾ എന്തോ ചെയ്യും? ഒന്നെനിക്കറിയാം, ഡേറ്റ് ഇട്ടുകൊണ്ട് ഓരോന്ന് വരും. പക്ഷെ തമ്പുരാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ആ ദിവസം വിലാപത്തെ, ഇന്നത് ഓർമ്മയുടെ ഒരു ദിവസം, സന്തോഷത്തിൻ്റെ ഒരു ദിവസം, വിലാപത്തെ നൃത്തമാക്കിയ ഒരു ദിവസം, ഹല്ലേലൂയ രട്ടടിച്ച് സന്തോഷം ഒളിപ്പിച്ച ഒരു ദിവസം. ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സഭ എന്തോ ആയിക്കോട്ടെ, ഐ റെസ്പെക്ട് എവരിവൺ. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് രാത്രി നിൻ്റെ കുടുംബത്തിന് നേരെ സാത്താനിട്ട പദ്ധതികളെ അഴിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചത്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ മതം വ്യക്തിപരം, നിങ്ങളുടെ സഭ വ്യക്തിപരം, നിങ്ങളുടെ സമുദായം വ്യക്തിപരം, നിങ്ങളുടെ വിശ്വാസം വ്യക്തിപരം. എങ്കിലും തുറന്ന മനസ്സോടെ പലപ്പോഴും എന്തോ ഒന്ന് പിന്തുടരുന്നുണ്ടെന്നൊരു ചിന്ത ഈ രാത്രി അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് റഖാന ഹംഫുനിയ ഷഗനിയ റഗനിയ ഹുത്തനിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവനെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ വാദങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന അതിശക്തമായൊരു ആയുധം അതാണ് പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, വിശ്വാസത്തോട് വിലാപത്തെ നൃത്തമാക്കുന്ന, ഡേറ്റുകളെ മാറ്റുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ രാത്രി ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. വളരെ കഷ്ടപ്പെട്ട് മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ദേശത്ത് ഈ യോഗം വെക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ ചുറ്റുപാടുള്ള കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബങ്ങൾക്ക് നേരെ സാത്താൻ എഴുതപ്പെടുന്ന സകല കുതന്ത്രങ്ങളും സകല തന്ത്രങ്ങളും സകല പൈശാചിക പോരുകളും സകല മരണത്തിൻ്റെ തേർവാഴ്ചകളും യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഉയരുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ഞങ്ങൾ ദേശത്തെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും ദൈവമേ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ ദേശത്തിന് വേണ്ടി ഈ ഒരു ദൈവദാസൻ ഒരു ദേശത്തുണ്ടെങ്കിൽ രാത്രി നിങ്ങൾക്കറിയുമോ, ഞാൻ എത്രയോ പാഷാഞ്ചികൾ താമസിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി ഞാൻ ഉണരുമ്പോൾ കേൾക്കാം കരച്ചിൽ. എഴുന്നേറ്റിരുന്ന് ഓരോ കുടുംബങ്ങളുടെ അയൽവക്കക്കാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ദൈവദാസന്മാരാണ്. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹം കർത്താവെ, ആത്മഹത്യ ഉണ്ടാകരുത്. ആ മദ്യപാനിയായ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തണമേ. മദ്യപാനി, എൻ്റെ അപ്പച്ചൻ രാത്രി 1 മണിക്ക് മദ്യപാനിയായ ഒരു മനുഷ്യന് വേണ്ടി തകർന്നു പോയ ഒത്തിരി ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം 1 മണിക്ക് അതുവഴി നടന്നു പോകുമ്പോൾ കേട്ടു തുണ്ടത്തിൽ അവരാച്ചായം തൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പച്ചൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അർദ്ധരാത്രി
1 മണിക്ക് നടന്നു പോയപ്പോൾ അദ്ദേഹം കേട്ടത് തൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസിന്റെ കണ്ണീരിന്റെ ശബ്ദമാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, അത് ഞങ്ങളുടെ ബോധ്യം. എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ദൈവത്തിന്റെ ആ വചനമുള്ളത് കൊണ്ട് ഹല്ലേലൂയ. ഈ രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. അധികം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പേരിന്റെ ആയുധങ്ങൾ എന്നല്ല, ഗടിയങ്ങളല്ല. അർഖന, റിക, ലഗതന, ഹന്തന, ശകന. അങ്ങനെ കർത്താവേ, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകളുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ദൈവദാസന്മാർക്ക് ദൈവം അരുളപ്പാടുകൾ കൊടുക്കുമ്പം പ്രാർത്ഥിക്കുവാൻ. ഒരു രാത്രി ഞാൻ കണ്ട ഒരു കാഴ്ച, എൻ്റെ അപ്പ ദർശനം കണ്ടു. എന്താണ്? ഞങ്ങളുടെ ഹോളിൻ്റെ താഴെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അറിയാവുന്നവരോട് ഇരിപ്പുണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു ഓഫീസ് മുറിയുണ്ട്. അതിൻ്റെ മുമ്പിൽ അരി പൊരിക്കുന്ന പോലെ പോലീസ് നിൽക്കുക. SI-മാരുണ്ട്, സർക്കിളുണ്ട്, DYSP ഉൾപ്പെടെ സകലരും ഉണ്ട്. ഭയങ്കര പോലീസ്, ആംബുലൻസ് എന്ന് വേണ്ട ബഹളം നടക്കുക, പത്രക്കാരെ, TV എല്ലാം ഉണ്ട്. എൻ്റെ ദൈവമേ, എന്തോ ചെയ്തു? ഉടനെ പ്രാർത്ഥിച്ചു, ഉപവാസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതിനിടയ്ക്ക് നടന്ന ഒരു കാര്യം. തിരുവനന്തപുരത്തു നിന്നൊരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വാഹനമൊക്കെ ഓടിക്കും. അപ്പോൾ അവനും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു പ്രശ്നം, അവൻ്റെ പെണ്ണ് അവൻ്റെ അമ്മയോട് ചേരുന്നില്ല. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞ് വീട്ടിൽ വഴക്കാം, എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, റാന്നിക്ക് കൊണ്ടുവന്നിട്ടൊരു കാര്യം ചെയ്യും, എവിടെ താമസിപ്പിക്കും? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, താഴത്തെ ആ ഹോളിൻ്റെ അവിടുത്തെ ഓഫീസ് മുറി ഞാൻ ഓഫീസാക്കാൻ വേണ്ടി ഇട്ടതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തൽക്കാലം അത് കട്ടനൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ താമസിക്കാം. അതാകുമ്പോൾ റെസ്റ്റ് റൂമും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒത്തിരി ലേറ്റാവും. അതുകൊണ്ട് അഥവാ ലേറ്റായാൽ അവൾക്ക് വീട്ടിൽ കയറിയിരിക്കാം, പേടിക്കണ്ടായല്ലോ. ശരിയല്ലേ? പേടിക്കണ്ടായല്ലോ. അങ്ങനെ പറഞ്ഞു താമസിച്ചു. ഈ പെണ്ണിനൊരു കുഴപ്പമുണ്ട്. ഞങ്ങളങ്ങോട്ട് പോകുമ്പം തൊട്ട് വിളി തുടങ്ങും, ചേട്ടാ 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓടിക്കാൻ നോക്കും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടി കൊച്ചേ, എനിക്ക് ഫോൺ എടുക്കാനാണ് ഞാൻ അവനെ കൊണ്ട് വണ്ടി ഓടിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നാൽ വണ്ടി ഓടിക്കാം, അവൻ ഫോൺ എടുക്കാം. അല്ല, ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ എന്തോ ചെയ്യാം. ഇവൾ 24 മണിക്കൂറും വിളി. അങ്ങ് വാശിയുള്ളൊരു പെണ്ണാ. ഇപ്പോൾ പല പെൺപിള്ളേരും അങ്ങനെയാണ് എല്ലാവരും. അല്ലെങ്കിൽ ചേട്ടാ ഈ ചേട്ടൻ വണ്ടി ഓടിക്കണ്ട, ഈ ചേട്ടൻ ജോലി ചെയ്യണം, ഫോൺ എടുത്തില്ല ഇവളങ്ങ് വയലൻ്റാവും. ഫോൺ എടുക്കാതിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഈ ദർശനം കണ്ടതിൻ്റെ പിന്നീട് ഉപവാസം വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരിടത്ത് എങ്ങാണ്ട് യോഗത്തിന് പോയപ്പം അന്ന് സുരൂക്ഷ ഒരു പാസ്റ്റർ ബൈജു ഉപ്പുതറ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ദേവദാസൻ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഒരു കാര്യം ചെയ്യണം, പാസ്റ്റർ നേരത്തെ രാത്രി വണ്ടി കയറി പോകണം. അപ്പോൾ പാസ്റ്റർ യോഗം തീരാറാകുമ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് പാസ്റ്റർ ഇറങ്ങും. പാസ്റ്റർക്ക് ഫുഡ് കൊടുത്തിട്ട് വണ്ടിയെ കയറ്റി പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കണം, വണ്ടിയെ കയറ്റി ലാസ്റ്റ് ബസ്സിന് വിടണം. എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് പോയി. ഇവനോടും പറഞ്ഞിരുന്നു, യോഗം പാസ്റ്റർ ഇറങ്ങുമ്പോൾ നീ കൂടെ ഇറങ്ങിക്കോണം. പാസ്റ്റർ പാട്ട് പാടി, ഇവൻ കൂടെ ഇറങ്ങി, പാസ്റ്റർ ഇറങ്ങി, എൻ്റെ ഭാര്യ ഇറങ്ങി, ഭക്ഷണം കൊടുത്തു. വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോൾ ഇവൾ ഓടി വന്നു, ചേട്ടാ എവിടെ പോവാ? ചേട്ടൻ എപ്പം വരും? അവൻ പറഞ്ഞു, ചേട്ടൻ പോയിരിക്കണ യോഗത്തിൽ. അവൻ വണ്ടി എടുത്ത് അങ്ങ് പോയി. ഇവൾ പോയത് നേരെ താഴത്തെ മുറിയിലോട്ട്. അവൾ കഥ കടച്ചാൽ ആ തിരുപ്പായി. യോഗം കഴിഞ്ഞു, ആൾക്കാരെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഒത്തിരി പേരുണ്ട്, അത് ഞെങ്ങിയിരിക്കേണ്ട, റാന്നി വരെ പോയാൽ പോരാ, ഞാൻ ഒരു ട്രിപ്പ് കൂടെ അടിക്കാം, പ്രായമുള്ളവരൊക്കെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കുറേ നല്ല ആൻറ്റിമാർ ഇറങ്ങി. അതിലൊരു ആൻറ്റി ചുമ്മാതെ ഈ മുറിക്കകത്തോട്ട് നോക്കിയപ്പം ഈ പെണ്ണവത്തെ കെട്ടിഞ്ഞാലും കയറ് കഴുത്തോട്ട് ഇടുക. അയ്യോ, ഈ ആൻറ്റി ആലച്ച് കൂവി, ഒരു കണക്കിന് ഇത് ഇട്ടില്ല. ഇടാതെ ഇതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ട് പിശാചിളകി ചൂരുണ്ട്, കയ്യും കാലും ഇട്ട്. എൻ്റെ പൊന്നെ, എന്തോ വെപ്പണം. പിന്നെ രാത്രി ടെമ്പോ ട്രാവലെ നിറച്ച് സഹോദരന്മാരും സഹോദരിമാരും കൂടി ഇതിനെ വീട്ടിൽ കൊണ്ടാക്കി. എനിക്ക് പറ്റിയ പാട് ഒറ്റ നിമിഷത്തിൽ ജനലിക്കൂടെ നോക്കിക്കൊണ്ട് കണ്ട തമ്പുരാനെ. അല്ലായിരുന്നെങ്കിലോ അരി പൊരിയുന്ന പോലീസ്. എൻ്റെ ചർച്ചിൽ ഒരാൾ തൂങ്ങിയെന്നാൽ ഞാൻ ഉത്തരവാദിത്തം പറയണ്ടേ? എനിക്കൊരു കാര്യം അറിയാം, ഞാൻ വന്ന പോരാട്ട ഭൂമി വലുതായിരുന്നു. അതല്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറയും. പക്ഷേ ഞങ്ങൾ ഈ പോരാട്ടത്തെ ജയിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഉപവാസം എടുക്കുന്നവരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അത് പോരാട്ടത്തെ ജയിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഇതിൻ്റെ ലാസ്റ്റ് ദിവസം, ഈ ദിവസം ഒന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഉള്ളിൽ പ്രേരണയുള്ളുന്നവർ, ആത്മനിറവുള്ളവർ എല്ലാവരും, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിവിടെ ഉണ്ട്. അവരൊത്തിരി കഷ്ടപ്പെട്ടാണ് യോഗം നടത്തിയത്. ഈ കുടുംബം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ യോഗം നടത്തിയത്. ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവരെല്ലാം എഴുന്നേറ്റാട്ട്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ ദൈവദാസന്മാരും എൻ്റെ മുമ്പിലോട്ടൊന്ന് വരാമോ? സ്റ്റേജിൽ നിൽക്കാവുന്നവരോ താഴെ നിൽക്കാവുന്നവരോ എല്ലാം നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവദാസന്മാരും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ആർക്കെങ്കിലും എതിരുണ്ടോ?
പ്രാർത്ഥനയ്ക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരും മുമ്പോട്ട് വന്നാട്ട് സ്റ്റേജിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി വലിയൊരു വിടുതൽ ദൈവം അയക്കും. ഈ കുടുംബങ്ങൾ ഈ ദേശത്ത് വേഗത്തിൽ വന്നാട്ട് എല്ലാ ദൈവദാസന്മാരും മുമ്പോട്ട് വന്നാട്ട് സുൽപാർഷൊക്കെ വന്നാട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി 4 ദിക്കിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ 4 ദിക്കിലുള്ള കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഈ കുടുംബങ്ങളിൽ ഇത് പഠിക്കാൻ പുറത്തുപോയ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ, ഇവർക്കൊന്നും ഒരു ദോഷവും വരരുത്. ഈ രാത്രി കുടുംബങ്ങൾ തകരരുത്. മദ്യപാനത്തിൻ്റെ കെട്ടുകൾ ഉണ്ടാകരുത്. കുഞ്ഞുങ്ങൾ ആരും ലഹരിക്ക് അടിമപ്പെടരുത്. ഈ ദേശം വിടുവിക്കപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വന്നാട്ട് കർത്തദാസന്മാർ അവരെല്ലാം ഒത്തിരി ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭയങ്കര ഒരു ബലമാണ്. ഒരുവനേക്കാൾ ഇരുവനേറെ നല്ലത്. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും 4 ദിക്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാവുന്നവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ തീങ്കൽ മെഴുകുരുകും, കാറ്റിങ്കൽ പുക പതറും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ, ശത്രുക്കൾ ചിതറിപ്പോകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ചുറ്റുപാടുള്ള കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ചിതറിപ്പോകും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ, അവരെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹന അപകടങ്ങൾ ഈ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. ആത്മഹത്യകൾ ഈ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. മദ്യപാനത്തിൻ്റെ സ്പിരിറ്റ് ഈ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ കുഞ്ഞും ലഹരിയുടെ മായിക വലയത്തിൽ പെടാതെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളവരെ എല്ലാം മുദ്രയിടുന്നു. ഉറക്കാന ദൂരെയുള്ള മക്കൾ, വിദേശത്തുള്ളവർ എല്ലാവരെയും പ്രാർത്ഥിച്ച്, പഠിക്കാൻ പോയ മക്കൾ എല്ലാവരും പോരാടിയിട്ട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. എനിക്കിതൊരു സുവിശേഷ യോഗമാണെന്ന് അറിയാം. ഹല്ലേലൂയ. ഞാൻ കൊണ്ടുവന്ന മനസ്സ് ചിന്തിച്ച ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ വഴിമാറി ഇപ്പം പോയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിലാണെന്ന് എനിക്കറിയാം. ഒരു ദൈവദാസനെ സംബന്ധിച്ചുള്ള ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് ദൈവം തരുന്നൊരു കൺഫർമേഷനാണ്. ഇന്നത് പ്രസംഗിക്കണം, ഇന്നത് സൂക്ഷിക്കണം. ഇന്ന് രാത്രി അധികാരത്ത് ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, ക്യാമറ എൻ്റെ നേരെന്ന് വെച്ച് ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ അന്ധകാര ശക്തി ഇട്ട തീയതികളെ തിരുത്തുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഈ രാത്രി വ്യാപരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. കുടുംബങ്ങളായിരുന്നു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഒക്കുമെങ്കിൽ മക്കളോട്, ദൂരെ ഇരിക്കുന്ന മക്കളോട് ഈ സമയം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയുക. ഒരു 5 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിക്കണം. 5 മിനിറ്റ് എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ വരുന്ന പ്രാർത്ഥനയുടെ ധൂപം അന്തരീക്ഷ മണ്ഡലത്തിൽ ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. ആരോട്? ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർണ്ണാലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. അതിന്റെ പോരിന്റെ ആയുധങ്ങൾ എന്താണ്? ഹല്ലേലൂയ. ആത്മാവിന്റെ വാള്, വചനമെന്ന വാള്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് അതിന്റെ ഏറ്റവും ഒടുവിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്